സൗരസ്വരന്മാരെ ക്രിസ്തു സ്നേഹവന്ദനം. നമ്മൾ റോമാലേഖനത്തിന്റെ പഠനം തുടരുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ റോമാലേഖനം 7-ാമത്തെ അധ്യായമാണ് ചിന്തിച്ചത്. 7-ാമത്തെ അധ്യായത്തിലെ 7 മുതൽ അതിന്റെ 25 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു, വേറൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ക്വസ്റ്റ്യൻ ആൻസറിന് സമയം ചെലവഴിക്കാനായിട്ട് കഴിഞ്ഞില്ല. അത് നിങ്ങൾക്ക് ഈ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതും ഈ ആഴ്ചയിൽ ഡിസ്കസ് ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതുമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞാൻ റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിന്റെ 14 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസിന്റെ ഒരു സ്പിരിച്വൽ സ്ട്രഗിൾ ആണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഈ ഭാഗങ്ങളെല്ലാം തന്നെ റോമാലേഖനം 6 മുതൽ 8 വരെയുള്ള ഭാഗങ്ങൾ യഥാർത്ഥത്തിൽ വിശുദ്ധീകരണത്തെ പറ്റി പൗലോസ് പഠിപ്പിക്കുന്ന അധ്യായങ്ങളാണ്. വിശുദ്ധീകരണം, വിശ്വാസത്താലുള്ള വിശുദ്ധീകരണം. റോമൻ 1 മുതൽ 3 വരെ, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റോമാലേഖനം 3 മുതൽ 5 വരെ പൗലോസ് വിശദീകരിച്ചത് വിശ്വാസത്താലുള്ള നീതീകരണമായിരുന്നു. അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് വിശ്വാസത്താൽ നീതിമാനാകാൻ കഴിയുന്നത്. എന്നാൽ അതിന്റെ 6 മുതൽ 8 വരെയുള്ള ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ നീതിമാൻ വിശ്വാസത്താൽ എങ്ങനെയാണ് ജീവിക്കുക എന്നുള്ളതാണ് പൗലോസ് വിശദീകരിക്കുന്നത്. ഇല്ലെങ്കിൽ വിശ്വാസത്താൽ എങ്ങനെയാണ് വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് കഴിയുന്നത്, ഇല്ലെങ്കിൽ റൈച്ചസ്നെസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് കഴിയുന്നത്. അതാണ് പൗലോസ് മുമ്പോട്ട് വിശദീകരിക്കുന്നത്. അതായത് നമ്മൾ ചിന്തിച്ചപ്പോൾ അത് പറഞ്ഞിരുന്നു, ഇന്നുള്ള പല ക്രിസ്തീയ വിശ്വാസികളുടെയും പല ക്രിസ്തീയ ടീച്ചേഴ്സിന്റെയും തന്നെ പ്രശ്നം എന്നുള്ളത്, അവര് വിശ്വാസത്താലുള്ള നീതീകരണത്തിൽ തുടങ്ങുകയും എന്നാൽ വിശുദ്ധീകരണത്തിലേക്ക്, പ്രവൃത്തിയാലുള്ള വിശുദ്ധീകരണത്തിലേക്ക് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുന്നുള്ളതാണ്. അന്നേരം വിശ്വാസത്താലുള്ള നീതീകരണത്തിൽ അവർ സ്റ്റാർട്ട് ചെയ്യുന്നു, എന്നാൽ വിശുദ്ധീകരണം സെൽഫ് എഫേർട്ടിൽ കൂടി അക്കംപ്ലിഷ് ചെയ്യാൻ കഴിയുന്നതാണ് എന്ന് അവർ വിശ്വസിക്കുകയും ഇൻഡയറക്ട്ലി അത് തന്നെ പഠിപ്പിക്കുകയും ചെയ്യും. അന്നേരം അവര് അങ്ങനെ നമ്മളത് ചിന്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ പഠിപ്പിക്കലുകളിലും നമ്മുടെ ഉപദേശങ്ങളിലും ആ കാര്യം വരും. നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി അതങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പോലും. അന്നേരം അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ പറഞ്ഞത്, മര്യാദയ്ക്ക് ജീവിച്ചാൽ സ്വർഗത്തിൽ പോകാം, ഇല്ലെങ്കിൽ പ്രമാണം മരിച്ച് ജീവിച്ചില്ലെങ്കിൽ സ്വർഗത്തിൽ പോകത്തില്ല എന്നുള്ള രീതിയിലുള്ള പ്രസംഗങ്ങൾ എത്തിക്കുന്നത് യഥാർത്ഥത്തിൽ വിശ്വാസത്താലുള്ള വിശദീകരണമല്ല, പ്രവൃത്തിയാലുള്ള വിശദീകരണത്തിലേക്കാണ് അത് കൊണ്ടുപോകുന്നത്. നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, രക്ഷിക്കപ്പെടാത്തൊരു വ്യക്തിയെടുത്ത് നമ്മൾ പറയത്തില്ല മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ നരകത്തിൽ പോകുമെന്ന് പറയത്തില്ല. അല്ലെങ്കിൽ പ്രമാണം അനുസരിച്ച് ജീവിച്ചാലേ സ്വർഗത്തിൽ പോകുന്നത് രക്ഷിക്കപ്പെടാത്തൊരു വ്യക്തിയെടുത്ത് നമ്മൾ പറയത്തില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെടുത്ത് നമ്മൾ പറയും പ്രമാണം അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകും, വിശുദ്ധിയോടെ ജീവിച്ചില്ലെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ പോകത്തില്ല എന്ന് പറയുമ്പോൾ അൾട്ടിമേറ്റ്ലി ഇവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്താലാണ് നീതീകരണം, എന്നാൽ വിശുദ്ധീകരണത്തിൽ കൂടി സ്വർഗത്തിൽ പോകണമെങ്കിൽ നിങ്ങൾ പ്രവൃത്തികൾ കൂടി ആശ്രയിച്ചേ ഒക്കത്തുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ അത് ആ പ്രിൻസിപ്പിളാണ് അവിടുത്തെ പ്രശ്നം. ആ പറയുന്ന കാര്യത്തിലെ അടിസ്ഥാന പ്രിൻസിപ്പിൾ തെറ്റാണ്. ഇത് ആദിമസഭയിൽ മുമ്പ് തുടങ്ങിയ പ്രശ്നമാണെന്ന് ഞാൻ പറഞ്ഞു. ആദ്യത്തെ യെരുശലേം കൗൺസിലിൽ വിശ്വാസമുള്ള നീതീകരണം എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്തെങ്കിലും പിന്നീട് നമ്മൾ ഗലാത്യ ലേഖനം വായിക്കുമ്പോൾ അവിടെ വിശ്വാസത്താൽ തുടങ്ങിയ നീതീകരിക്കപ്പെട്ട വിശ്വാസികൾ പ്രവൃത്തികൾ ആശ്രയിച്ച് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതിന്റെ അപകടം പൗലോസ് മനസ്സിലാക്കുകയും അത് അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഗലാത്യ ലേഖനം 3-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഗലാത്യരുടെ അടുത്ത് ചോദിക്കുന്നത് എങ്ങനെയാണ്, നിങ്ങൾ നന്നായിട്ട് തുടങ്ങി, നിങ്ങൾ വിശ്വാസത്താൽ തുടങ്ങി, നിങ്ങൾ ആത്മാവിൽ തുടങ്ങി, എന്നാൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തികൾ കൂടി, ഇല്ലെങ്കിൽ നിങ്ങളുടെ സെൽഫ് എഫേർട്ടിൽ കൂടി, ഇല്ലെങ്കിൽ നിങ്ങളുടെ ജഡത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? എന്നിട്ട് പറയണ ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, അതൊരു ഫൂളിഷ് ആയിട്ടുള്ള കാര്യമാണ്. വിശ്വാസത്താലാണ് നീതീകരണവും വിശ്വാസത്തിൽ കൂടി തന്നെയാണ് വിശുദ്ധീകരണവും നടക്കുന്നത്. ഇതാണ് പൗലോസ് 6-ാമത്തെ അധ്യായം കഴിഞ്ഞതിന് ശേഷം പൗലോസ് വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അങ്ങനെ പൗലോസ് പറയുന്നത് വിശ്വാസത്താൽ തന്നെയാണ് നീതീകരണവും വിശ്വാസത്താൽ തന്നെയാണ് വിശുദ്ധീകരണവും. എന്നാൽ ആ വിശ്വാസം എന്നുള്ളത്, ഞാൻ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട്, അത് ഒന്ന് നീതീകരിക്കപ്പെടുന്നത് നമ്മളുടെ ഒരു ആക്ട് ഓഫ് ഫെയ്ത്ത് ആണെങ്കിൽ, നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ തന്നെ നമ്മൾ നീതീകരിക്കപ്പെട്ടെങ്കിൽ, വിശുദ്ധീകരണം എന്ന് പറയുന്നത് ഒരു ആറ്റിറ്റ്യൂഡ് ഓഫ് ഫെയ്ത്ത് ആണ്. അതാണ് ക്രിസ്തുവിന്റെ ആറ്റിറ്റ്യൂഡ് എന്ന് ഫിലിപ്പി ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തു പിതാവിൽ ആശ്രയിച്ച് എങ്ങനെ മുമ്പോട്ട് പോയോ അതേപോലെ തന്നെ ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ വിശ്വാസത്തിൽ കണ്ടിന്യൂ ചെയ്യുന്ന ആ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഓഫ് ഫെയ്ത്ത് വഴിയാണ് വിശുദ്ധീകരണം നടക്കുന്നത്. അന്നേരം ദൈവം എപ്പോഴും വിശ്വാസത്തിന്റെ റെസ്പോൺസ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അന്നേരം നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ എനിക്ക് സ്വയമായിട്ട് നീതീകരിക്കപ്പെടാൻ കഴിയുകയില്ല എന്ന് മനസ്സിലായി, എന്റെ നീതിപ്രവൃത്തികൾ കൂടി എനിക്ക് നീതീകരിക്കപ്പെടാൻ കഴിയുകയില്ല എന്ന് മനസ്സിലായി ഞാൻ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ ഇമ്മീഡിയറ്റ്ലി കർത്താവിന്റെ വിശുദ്ധി
എന്നിൽ ഇമ്പ്യൂട്ട് ചെയ്യപ്പെടുകയാണ്, ഇല്ലെങ്കിൽ എനിക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുകയാണ്. അതാണ് റോമാലേഖനം 3 മുതൽ 5 വരെയുള്ള അധ്യായങ്ങൾ പൗലോസ് വിശദീകരിക്കുന്നത്. അതിനെയാണ് ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് എന്ന് പറയുന്നത്. എന്നാൽ തുടർന്ന് അതേപോലെ തന്നെ ഞാൻ വിശുദ്ധീകരണത്തിനും എനിക്ക് സ്വയമായിട്ട് കഴിയുകയില്ല, എൻ്റെ ശക്തി കൊണ്ട് എനിക്ക് വിശുദ്ധ ജീവിതം നയിക്കാനും കഴിയുകയില്ല എന്ന് മനസ്സിലാക്കി കർത്താവിൽ പരിപൂർണമായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് ആശ്രയിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ കർത്താവ് നമ്മളെ വിശുദ്ധീകരിക്കുകയാണ്. അതാണ് വിശ്വാസത്താലുള്ള വിശുദ്ധീകരണം. അതാണ് റോമാലേഖനത്തിൽ തുടർന്ന് പൗലോസ് വിശദീകരിക്കുന്നത്. എന്നാൽ നിങ്ങൾ സ്വയമായിട്ട് വിശുദ്ധ ജീവിതം നയിക്കാനായിട്ടുള്ള സെൽഫ് എഫേർട്ടിൽ ആശ്രയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിശുദ്ധനാകാൻ പറ്റും. പക്ഷെ ദൈവം പറയുന്ന വിശുദ്ധി അല്ല അതായിരിക്കും എന്ന് മാത്രം. ദൈവം പറയുന്ന വിശുദ്ധി നമുക്ക് ഒരിക്കലും എത്താനായിട്ട് കഴിയത്തില്ല. ദൈവം അവിടെ ആവശ്യപ്പെടുന്ന വിശുദ്ധി ഒരിക്കലും അത് നമുക്ക് സ്വയം ശക്തിയിൽ അക്കംപ്ലിഷ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. നമുക്ക് അക്കംപ്ലിഷ് ചെയ്യാൻ കഴിയുന്നത് നമ്മളുടെ തന്നെ കുറെ വിശുദ്ധിയുടെ സ്റ്റാൻഡേർഡ് നമുക്ക് അക്കംപ്ലിഷ് ചെയ്യാനായിട്ട് കഴിയും. നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ വിശുദ്ധിയുടെ നിയമങ്ങൾ നമുക്ക് പാലിച്ചിട്ട് നമുക്ക് മറ്റുള്ളവരെ അത് പഠിപ്പിക്കാനായിട്ട് കഴിയും. പക്ഷെ ദൈവത്തിന്റെ വിശുദ്ധി നമുക്ക് ഒരിക്കലും പാലിക്കാനും കഴിയത്തില്ല, നമുക്ക് പഠിപ്പിക്കാനായിട്ട് കഴിയത്തില്ല നമ്മുടെ സെൽഫ് എഫേർട്ട് കൊണ്ട്. അന്നേരം അതുകൊണ്ട് തന്നെ മാൻമെയ്ഡ് ആയിട്ടുള്ള മാനുഷികമായിട്ടുള്ള കുറെ നിയമങ്ങൾ, സാംസ്കാരികമായിട്ടുള്ള കുറെ നിയമങ്ങൾ, സഭയുടേതായിട്ടുള്ള നിയമങ്ങൾ, കുറെ കൾച്ചറലായിട്ടുള്ള നമ്മുടെ കുറെ മോറൽ, നമ്മുടെ സെൽഫ് മോറൽ കുറെ വാല്യൂസ്, ഇതൊക്കെ നമുക്ക് പഠിപ്പിക്കുകയും അത് നമുക്ക് അക്കംപ്ലിഷ് ചെയ്യുകയും അത് നമുക്ക് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനായിട്ടും കഴിയും. എന്നാൽ ബൈബിൾ പഠിപ്പിക്കുന്ന വിശുദ്ധി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വിശുദ്ധിയാണ്. അത് അക്കംപ്ലിഷ് ചെയ്യാനായിട്ട് കഴിയുന്ന വിശ്വാസത്തിൽ കൂടി മാത്രമാണ്. അന്നേരം ഇതാണ് പൗലോസ് വീണ്ടും വീണ്ടും വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അന്നേരം റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൽ പൗലോസ് വളരെ വ്യക്തമായിട്ട് ഇതിന്റെ അടിസ്ഥാനം ഇടുകയാണ്. എങ്ങനെയാണ് വിശുദ്ധ ജീവിതം നമുക്ക് നയിക്കാനായിട്ട് കഴിയുകയും എങ്ങനെയാണ് പാപം പ്രാക്ടീസ് ചെയ്ത് നമുക്ക് നിർത്താനായിട്ടും കഴിയുന്നത്. അത് വിശ്വാസത്താലാണ്. അത് ചില കാര്യങ്ങൾ യേശുക്രിസ്തു ക്രൂശിൽ ചെയ്തത് നമ്മൾ അറിയുകയും അത് നമ്മൾ എണ്ണുകയും ചെയ്യുന്നതിൽ കൂടിയാണ് എന്ന് റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൽ വളരെ വിശദമായിട്ട് പൗലോസ് പറയുന്നത് നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചാണ്. എന്നാൽ റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൽ നിന്നും പൗലോസിന് നേരെ റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിലേക്ക് പോകാമായിരുന്നു. നമ്മൾ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ റോമർ 6-ന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് നമുക്ക് തോന്നുന്നു റോമർ 8-ആണ്. എന്നാൽ അതിന്റെ ഇടയ്ക്ക് പൗലോസ് റോമർ 7 കൊണ്ടുവന്നതിന്റെ കാര്യം പൗലോസിന് അറിയാമായിരുന്നു. ഈ ഡേഞ്ചർ പഠിപ്പിച്ചില്ല എങ്കിൽ ആ വിശുദ്ധീകരണത്തിലേക്ക് പോകുന്ന വ്യക്തികൾ സെൽഫ് എഫേർട്ടിലേക്ക് പോവുകയും ആ ന്യായപ്രമാണത്തിന്റെ പ്രിൻസിപ്പിൾ അവരുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്തുകൊണ്ട് അവർ വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് ശ്രമിക്കുകയും അതിൽ അവർ കംപ്ലീറ്റ് ആയിട്ട് പരാജയപ്പെടുകയും ചെയ്യും എന്നറിയാവുന്നതുകൊണ്ട് തന്നെയാണ് റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിൽ നാം പാപത്തിൽ നിന്ന് മാത്രമല്ല ന്യായപ്രമാണത്തിൽ നിന്നും സ്വതന്ത്രരായി എന്നുള്ളത് പൗലോസ് ഉറപ്പിച്ചു പറയുന്നു. അങ്ങനെ ഒരു വ്യക്തി ന്യായപ്രമാണത്തിൽ നിന്നും സ്വതന്ത്രനായി, പാപത്തിൽ നിന്ന് മാത്രമല്ല ന്യായപ്രമാണത്തിൽ നിന്നും സ്വതന്ത്രനായി എന്ന് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ വിശുദ്ധ ജീവിതം ന്യായപ്രമാണത്തിന്റെ പ്രിൻസിപ്പിൾ കൂടി പാലിക്കാനായിട്ട് ശ്രമിക്കും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞു പോകുന്നത്. ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. കാരണം ന്യായപ്രമാണത്തിന്റെ പ്രിൻസിപ്പിൾ എന്നുള്ളത് അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും എന്നുള്ളതാണ്. അന്നേരം ആ ന്യായപ്രമാണത്തിന്റെ പ്രിൻസിപ്പിൾ തന്നെ ഒരു മനുഷ്യന്റെ എഫേർട്ടിലാണ് ബേസ്ഡ് ആയിട്ടിരിക്കുന്നത്. എന്നാൽ അതിന്റെ ഓപ്പോസിറ്റ് ആണ് വിശ്വാസത്താലുള്ള നീതീകരണം. അതുകൊണ്ടാണ് ഗലാത്യലേഖനത്തിൽ ഈ 2 വാക്യങ്ങളും പറയുന്നുണ്ട്. ന്യായപ്രമാണത്തിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും എന്നുള്ളതാണെങ്കിൽ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ളതാണ് പുതിയ നിയമത്തിന്റെ പ്രിൻസിപ്പിൾ. അന്നേരം വിശ്വാസത്താൽ മാത്രമേ വിശുദ്ധീകരണം നടക്കുകയുള്ളൂ. അതിന്റെ പ്രിൻസിപ്പിളും ദൈവത്തിലുള്ള ഡിപ്പെൻഡൻസ് മാത്രമാണ് എന്നാണ് പറയുന്നത്. അന്നേരം അത് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിൽ പൗലോസ് ഇത്രയും സമയം സ്പെൻഡ് ചെയ്യുന്നത്. അന്നേരം അത് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഒക്കുകയുള്ളൂ. അന്നേരം റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിന്റെ ഫസ്റ്റ് പാർട്ടിൽ അതിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ വേറൊരു എക്സാമ്പിളിൽ കൂടി നമ്മൾ ന്യായപ്രമാണത്തിൽ നിന്നും പരിപൂർണമായിട്ടും സ്വതന്ത്രരായി, വി ആർ ഫ്രീഡ് ഫ്രം ദ ലോ എന്നുള്ളത് പൗലോസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഉറപ്പിക്കുകയാണ്. അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ ഇപ്പോഴും നമ്മെ പിടിച്ചടക്കിയിരുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കൊണ്ട് നമ്മൾ അതിൽ നിന്ന് സ്വതന്ത്രരായതുകൊണ്ട് അക്ഷരത്തിന്റെ പഴക്കത്തല്ല ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്നും ഒഴിവുള്ളവരായിരിക്കുന്നു. വി ആർ ഫ്രീഡ് ഫ്രം ദ ലോ എന്നുള്ളത് പറയുക. എന്നാൽ അതിനുശേഷം പൗലോസ് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രനായി എന്നറിയാതെ ഈ ദൈവത്തിന്റെ ന്യായപ്രമാണം സ്വന്തം ശക്തിയിൽ കൂടി അനുഷ്ഠിക്കാനായിട്ട് ഇല്ലെങ്കിൽ അക്കംപ്ലിഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു മനുഷ്യന്റെ സ്ട്രഗിളാണ് അവിടെ പൗലോസ് വിശദീകരിക്കുന്നത്. ദൈവത്തിന്റെ ന്യായപ്രമാണം സ്വന്തം ശക്തിയിൽ കൂടി ഫുൾഫിൽ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യന്റെ ശ്രമം. അന്നേരം ദൈവത്തിന്റെ വിശുദ്ധിയുടെ സ്റ്റാൻഡേർഡ് നമ്മുടെ ശക്തിയിൽ നമ്മൾ അക്കംപ്ലിഷ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ നമ്മൾക്ക് എത്താൻ കഴിയുന്ന മാക്സിമം പൗലോസ് റോമാലേഖനത്തിൽ പറയുന്ന ആ അവസ്ഥയാണ്. റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിന്റെ
24-25 വാക്യങ്ങളിൽ പൗലോസ് പറയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. അതിന്റെ 24 വാക്യത്തിൽ പറയാണ്, എന്റെ അവയവങ്ങളുടെ പാപപ്രമാണത്തിന് ഞാൻ ബന്ധനായി പോകുന്നു. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ തന്നെ ആര് വിടുവിക്കും? അങ്ങനെ ഞാൻ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണവും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണവും സേവിക്കുന്നു. അന്നേരം മാക്സിമം നമുക്ക് എത്താനായിട്ട് കഴിയുന്നത് നമുക്ക് സ്വയമായിട്ടുള്ള സ്ട്രഗിൾ കൂടി, സ്വയമായിട്ടുള്ള വിശദീകരണത്തിലുള്ള ശ്രമത്തിൽ കൂടി എത്താനായിട്ട് കഴിയുന്നത് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന് പറയുന്ന ഒരു നിലവിളിയിൽ മാത്രം. അതുകൊണ്ട് തന്നെയാണ് പലരും റോമാലേഖനം 7-ാമത്തെ അധ്യായം വിശ്വാസിയുടെ ഒരു ജീവിതത്തിന്റെ പിക്ചറായിട്ട് പലരും ചിന്തിക്കുകയും പലർക്കും അതിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കഴിയുകയും ചെയ്യുന്നു. പക്ഷേ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിച്ചിരുന്നു. ഇത് പൗലോസ് പറഞ്ഞിരിക്കുന്നത് രക്ഷിക്കപ്പെട്ട ശേഷമുള്ള പൗലോസിന്റെ സ്ട്രഗിൾ അല്ല, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള പൗലോസിന്റെ പ്രീ കൺവേർഷൻ ഇയേഴ്സിലുള്ള ആ സ്ട്രഗിളാണ് പൗലോസ് അവിടെ വിശദീകരിക്കുന്നത്. ഞാൻ അതിന്റെ ഡീറ്റെയിൽ പറഞ്ഞിരുന്നു. അതുമായിട്ട് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ചോദിക്കാം. അന്നേരം പൗലോസിന്റെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള അവസ്ഥ എന്ന് പറയുമ്പോൾ തന്നെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് പൗലോസ് ഒരു 3 സ്റ്റേജുകൾ കൂടി കടന്നുപോയത് ആ റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിന്റെ 2-ാം ഭാഗത്തേക്ക് വരുമ്പോൾ പൗലോസ് വിശദീകരിക്കുന്നു. ആദ്യത്തെ ഭാഗം എന്ന് പറഞ്ഞിരിക്കുന്നത് ന്യായപ്രമാണം തന്നെ അറിയാത്തൊരവസ്ഥ, ന്യായപ്രമാണം ഇല്ലാതിരുന്ന ഒരവസ്ഥ, ന്യായപ്രമാണത്തെ പറ്റി യാതൊരു ബോധ്യവും കൂടായിരുന്ന അവസ്ഥ. ഞാൻ ഒരു കാലത്ത് ന്യായപ്രമാണം കൂടാതെ ജീവിച്ചിരുന്നു. അതായത് ജനിച്ച് ന്യായപ്രമാണം അവനെ പഠിപ്പിക്കുന്നതിന് മുമ്പുള്ള ഒരവസ്ഥയിൽ അവൻ ഫ്രീ ആയിരുന്നു, അവൻ ഒരു പ്രശ്നവുമില്ലായിരുന്നു, അവൻ പാപത്തെ പറ്റി ബോധമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കുറ്റബോധമോ കണ്ടംനേഷനോ ഒന്നുമില്ലാതെ തന്നെ വളരെ സ്വതന്ത്രമായിട്ട് ജീവിച്ചിരുന്ന ഒരവസ്ഥ. ആ സ്റ്റേ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ലോ, നോ ലോ, അതാണ് ആ ഒരു സ്റ്റേ എന്ന് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഹി ന്യൂ അബൌട്ട് ദ ലോ, ന്യായപ്രമാണം അറിയുന്ന ഒരു അവസ്ഥ. രണ്ടാമത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡുകൾ മനസ്സിലാക്കുകയും അത് ലംഘിക്കുകയും അതുവഴി മരണത്തിന് അധീനരായി തീരുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. മൂന്നാമത്തെ സ്റ്റേജ് ഈ ന്യായപ്രമാണം തന്നെ ശരിയാണെന്ന് മനസ്സിലാക്കുകയും അതിനെപ്പറ്റി ബോധ്യമുണ്ടാകുകയും ചെയ്തതിന് ശേഷം ന്യായപ്രമാണം അനുഷ്ഠിക്കാനായിട്ട് മാക്സിമം ആ എഫോർട്ടോടുകൂടി വളരെ ആത്മാർത്ഥതയോടുകൂടി ശ്രമിക്കുന്ന ഒരവസ്ഥ. അതാണ് 7-ാമത്തെ അധ്യായത്തിന്റെ 14 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഞാനിത് പറഞ്ഞു, പൗലോസിന്റെ ഒരു പ്രീ കൺവേർഷൻ ഡേയ്സിലെ അവസ്ഥ പൗലോസ് ഒരു പ്രസന്റ് ടെൻസിൽ പറയുന്നത് മാത്രമേ ഉള്ളൂ. അതിനുള്ള കാരണം ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അതിൽ ചില വാക്കുകൾ ഒരിക്കലും രക്ഷിക്കപ്പെട്ടതിന് ശേഷം പൗലോസിന് പറയാൻ കഴിയുന്നതല്ല. റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൽ നിന്ന് നേരെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള ചില വാക്യങ്ങളാണ് 7-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഞാനത് വളരെ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നു. എന്നാൽ അതേപോലെ തന്നെ ഇത് പൗലോസിന്റെ പ്രീ കൺവേർഷൻ ഇയേഴ്സിലെ സ്ട്രഗിൾ ആയിരുന്നുവെങ്കിലും രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്കും ഇതേ സ്ട്രഗിൾ കൂടി കടന്നു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദൈവത്തിന്റെ യഥാർത്ഥത്തിലുള്ള വിശുദ്ധീകരണത്തിന്റെ പ്രിൻസിപ്പിൾ മനസ്സിലായില്ലെങ്കിൽ എന്നുള്ളത് ഞാൻ പറഞ്ഞു. അതായത് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്കും ഇതേ അവസ്ഥയിൽ കൂടി തന്നെ കടന്നു പോകാനായിട്ട് കഴിയും. നമ്മൾ ആ ദൈവത്തിന്റെ യഥാർത്ഥത്തിലുള്ള വഴി മനസ്സിലാക്കാതെ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് മാത്രം മനസ്സിലാക്കി നമ്മുടെ ശക്തി കൊണ്ട് വിശുദ്ധീകരണത്തിന് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൗലോസിന്റെ പ്രീ കൺവേർഷൻ അവസ്ഥയിൽ ഉണ്ടായിരുന്ന അതേ സ്ട്രഗിൾ കൂടി നമുക്കും കടന്നു പോകാനായിട്ട് കഴിയും. അന്നേരം നമ്മൾ തീരുമാനിക്കുന്നു, നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. ചിലപ്പോൾ ആണ്ടർതി യോഗത്തിലോ ഇല്ലെങ്കിൽ ഒരു നല്ല മെസ്സേജ് കേൾക്കുമ്പോഴോ ഞാൻ തീരുമാനിക്കുകയാണ്, ഞാൻ ഇന്നു മുതൽ ഇങ്ങനെ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകാനായിട്ട് കഴിയും റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിൽ പറയുന്ന അവസ്ഥയിൽ തന്നെ നമ്മൾ എത്തിച്ചേരുന്നത്. അന്നേരം എന്തുകൊണ്ടാണ് അങ്ങനെ വരാനായിട്ടുള്ള സാധ്യത എന്നുള്ളത് ഞാനൊന്ന് ഒരു എക്സാമ്പിൾ വഴി വിശദീകരിക്കാം. ഞാൻ ഈ US വന്നതിന് ശേഷം ഏറ്റവും ശ്രദ്ധിച്ച ഒരു കാര്യം എന്നുള്ളത്, ഞാൻ ഈ ഡയറക്ട്ലി വിഷയവുമായിട്ട് ബന്ധപ്പെട്ടല്ല, വേറൊരു കാര്യം പറയുന്നു. ഇവിടുത്തെ പ്രായമുള്ള ആൾക്കാരെല്ലാം നാട്ടിലുള്ളതിനേക്കാൾ, ഇന്ത്യയിലുള്ളതിനേക്കാൾ, കേരളത്തിലുള്ളതിനേക്കാൾ വ്യത്യാസമായിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ ആദ്യം ഇവിടെ വരുമ്പം കണ്ടൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 90 വയസ്സിന് മുകളിലുള്ള ഒരു പ്രായമുള്ള ഒരു സ്ത്രീ ഒറ്റയ്ക്ക് കാർ ഓടിച്ചു വന്ന് കാറ് നിർത്തി ഡോറ് തുറന്ന് ഒരു കമ്പ്യൂട്ടർ ഷോപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു മൊബൈൽ ടെലിഫോണിന്റെ ഷോപ്പിൽ കയറി ടച്ച് സ്ക്രീനിലെല്ലാം ടച്ച് ചെയ്ത് അവർ ഒരു ഹെൽപ്പ് പോലും ഇല്ല, സ്വയമായിട്ട് ജീവിക്കും, വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട്. അന്നേരം ഇതിനുള്ള വേറൊരു കാരണമുണ്ട്. ഞാനിത് വിഷയങ്ങളിൽ ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ പലപ്പോഴും ഇവിടെ വന്നിട്ട് ഞാൻ ഇതിനെ ഒബ്സർവ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇവിടുത്തെ പ്രായമുള്ള ആൾക്കാർ അവരുടെ ഹെൽത്ത് അവർ കീപ്പ് ചെയ്യുന്നതിന്റെ കാര്യം അവരുടെ പ്രായത്തിന്റെ അവസ്ഥയാകുമ്പോൾ അവർക്ക് ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് മക്കളോ കൊച്ചുമക്കളോ ഒന്നുമില്ല. കാരണം അവരെല്ലാം ഇവരിൽ നിന്ന് സെപ്പറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർപെട്ടു എന്നുള്ളതല്ല, അവർ വേറൊരു ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെയാണ് അവരും ജീവിക്കുന്നത്. എന്നിട്ട് ഇവർക്ക് ഇവരുടെ കാര്യം നോക്കിയോ ഒക്കത്തുള്ളൂ, ഇവർക്ക് നേരത്തെ തന്നെ അറിയാവുന്നതുകൊണ്ട് ഇവർ ദേ ആർ വെരി കോൺഷ്യസ് അബൌട്ട് ഹെൽത്ത്. എന്നിട്ട് അവർ അവസാനം വരെ അതുകൊണ്ടാണ് ഒരു വലിയ കൂട്ടം ആൾക്കാർ ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഫിനാൻഷ്യലിയും ഇൻഡിപെൻഡന്റ് ആണ്, ഫിസിക്കലി ഫിറ്റുമാണ്.
നമ്മുടെ നാട്ടില് ഞാൻ പലപ്പോഴും പലയിടത്തും ഡിസ്കസ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിലെ പ്രായമുള്ള ആൾക്കാർ ഫിനാൻഷ്യലിയും ഇൻഡിപെൻഡന്റ് അല്ല, ഫിസിക്കലി ഫിറ്റുമല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രായമാകുമ്പോഴേക്കും അവർ ഹെൽത്ത് ഇങ്ങനെ ഒരു ജീവിതം അവർ എക്സ്പെക്ട് ചെയ്യാത്തതുകൊണ്ട് അവർ പിള്ളേരിൽ ഡിപ്പെൻഡന്റ് ആണ്, അവരുടെ കുഞ്ഞുങ്ങളിൽ ഡിപ്പെൻഡന്റ് ആണ്. അന്നേരം നമ്മുടെ നാട്ടിലെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിള്ളേർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നു. പ്രത്യേകിച്ച് പെൺപിള്ളേരെയൊക്കെ ആണെങ്കിൽ സ്ത്രീധനം കൊടുത്ത് കല്യാണം കഴിച്ചയപ്പിക്കും. ആൺപിള്ളേർക്ക് വേണ്ടിയിട്ട് സ്വത്തെല്ലാം വേർപെടുത്തി വെക്കും. എന്നിട്ട് ഈ പിള്ളേർ നമ്മളെ നോക്കും എന്നുള്ള പ്രതീക്ഷയിൽ അവരിൽ ഡിപ്പെൻഡന്റ് ആയിട്ട്, അന്നേരം ഫിനാൻഷ്യലി അവർ പിള്ളേരിൽ ഡിപ്പെൻഡന്റ് ആണ്, ഫിസിക്കലിയും അവർ കുട്ടികൾ ഡിപ്പെൻഡന്റ് ആണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് അവരുടെ ലൈഫ് അവസാനമാകുമ്പോഴത്തെ ഒരു മിസറബിൾ സ്റ്റേജിലേക്ക് എത്തും. അതൊരു ബുദ്ധിപൂർവ്വമായിട്ടുള്ളൊരു തീരുമാനമോ ഇല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള തീരുമാനമൊന്നുമല്ല. ഇനി ഞാൻ അതിലേക്ക് പോകുന്നില്ല, ഞാനിത് ഒരു ബെസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു മാത്രമേ. എന്നിട്ട് ഞാൻ പറഞ്ഞത്, ഈ പ്രായമുള്ള ആൾക്കാർ ഇവിടുത്തെ ആൾക്കാർ വളരെ ഫിറ്റ് ആയിട്ടാണ് ജനറലി കണ്ടുള്ളത്. അതിന്റെ കാരണം ഇതാണ്, അവർക്ക് അവസാനം വരെയും അവർക്ക് ഭാര്യയും ഭർത്താവും മാത്രമേ ഉള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ്. അതാണ് ബൈബിളിലെ പ്രിൻസിപ്പിൾ. അല്ല നമ്മൾ പിള്ളേരെ ഡിപ്പെൻഡ് ചെയ്തിട്ടോ പിള്ളേരെ ആശ്രയിച്ചോ അവസാന കാലം ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. അന്നേരം ഞാൻ ഇന്നലെ വിഷയത്തിലേക്ക് തുടങ്ങിയിട്ട്, ഇന്നലെ ഞാൻ ഇവിടുത്തെ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു വലിയൊരു ഗ്രൗണ്ട് ഉണ്ട്. ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രെയിൽസ് എന്ന് പറയുന്ന ഒരു കാട് പോലുള്ള സ്ഥലമാണ്. അതിന്റെ നടുക്കൂടെ വളരെ കിലോമീറ്ററുകൾ റോഡുണ്ട്. അന്നേരം ഇതിവിടെ ആൾക്കാർ സൈക്കിൾ ചവിട്ടാനായിട്ടൊക്കെ ഒരു പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. അന്നേരം ഞാൻ ഇന്നലെ അവിടെ ചെന്നപ്പോൾ ഒരു പ്രായമുള്ളൊരു വ്യക്തി, ഒരു 75 80 വയസ്സുള്ളതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അദ്ദേഹം അവിടെ സൈക്കിളൊക്കെ വെച്ചിട്ട് വിശ്രമിക്കും. അന്നേരം ഞാൻ അദ്ദേഹമായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇപ്പോൾ ഒരു 26 മൈൽസ്, കിലോമീറ്റർ അല്ല 26 മൈൽ ഞാൻ സൈക്കിൾ ചവിട്ടിയിട്ടാണ് വന്ന് നിൽക്കുന്നതെന്ന്. അന്നേരം ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, 26 മൈലൊക്കെ ഈ പ്രായത്തിൽ ഇങ്ങനെ സൈക്കിൾ ചവിട്ടാനായിട്ട് എങ്ങനെയാണ് കഴിയുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ഫുള്ള് ഞാൻ സൈക്കിൾ ചവിട്ടുകയല്ല ചെയ്തത്, ഇടയ്ക്ക് ഇതിന് 2 സിസ്റ്റം ഉണ്ട് ഈ സൈക്കിളിന്. ഒന്ന്, അതിനൊരു എഞ്ചിനുണ്ട്. നമ്മൾ ചവിട്ടിയിട്ട് ക്ഷീണിക്കുകയാണെങ്കിൽ നമ്മൾ എഞ്ചിൻ ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി നമ്മളെ ഡയറക്ട്ലി ഈ എഞ്ചിന്റെ പവറിൽ വണ്ടി മുമ്പോട്ട് പോകുന്നു. അന്നേരം ഇതൊരു ഹൈബ്രിഡാണ്. അന്നേരം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ ആ പവർ, ആ എഞ്ചിൻ ഇല്ലായിരുന്നു. ആ വ്യക്തിക്ക് ഒരു പാപഹൃദയമായിരുന്നുണ്ടായിരുന്നു, ആ വ്യക്തി പാപത്തിന്റെ അടിമയായിരുന്നു. അന്നേരം ആ വ്യക്തി സ്വന്തം ശ്രമത്തിൽ കൂടി വിശുദ്ധീകരണത്തിന് ശ്രമിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഒരിക്കലും വിശുദ്ധീകരണം സാധിക്കാനായിട്ട് കഴിയത്തില്ല. കാരണം ദൈവത്തിന്റെ പവർ ആ വ്യക്തിക്ക് ഇല്ല എന്നുള്ളതാണ് കാരണം. എന്നാൽ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ പാപസ്വഭാവം നമ്മളിൽ നിന്ന് മാറ്റപ്പെടുന്നു, നമുക്കൊരു ജഡം നിലനിൽക്കും. നമ്മൾ 8ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ അത് വിശദീകരിക്കും. ദൈവത്തിന്റെ പവർഫുൾ ആയിട്ടുള്ള ആ എഞ്ചിന് നമ്മളുടെ ഉള്ളിലേക്ക് വരുന്നു, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ വരുന്നു. എന്നാൽ ഈ സൈക്കിൾ ചവിട്ടിയ വ്യക്തിയുടെ കാര്യം പറഞ്ഞതുപോലെ ഈ എഞ്ചിൻ ഉണ്ടെങ്കിലും നമുക്ക് ആ എഞ്ചിൻ ഓണാക്കാതെ ചവിട്ടി നമുക്ക് കയറ്റങ്ങൾ കയറാനായിട്ട് ശ്രമിക്കാം. അന്നേരം ദൈവത്തിന്റെ വിശുദ്ധിയുടെ ആ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, അത് നമ്മുടെ മാനുഷികമായിട്ടുള്ള വിശുദ്ധിയുടെ ഹൈറ്റ് ഒന്നുമല്ല. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് നമ്മൾ വെറുതെ പോയി മത്തായിയുടെ സുവിശേഷം 5, 6, 7 ഒന്ന് വായിച്ചാൽ മതി. ദൈവത്തിന്റെ വിശുദ്ധിയുടെ സ്റ്റാൻഡേർഡ് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാവും. ന്യായപ്രമാണം എന്ന് പറയുന്നതിന്റെ ഒരു മിനിമൽ എക്സ്പ്രഷൻ ആയിരുന്നു. അതിന്റെ യഥാർത്ഥ എക്സ്പ്രഷൻ മത്തായിയുടെ സുവിശേഷം 5, 6, 7 ആണ്. അതൊരു വലിയ മല പോലുള്ള ഒരു വിശുദ്ധിയുടെ കയറ്റമാണ്. അതൊരിക്കലും നമുക്ക് ചവിട്ടി കയറ്റാനായിട്ട് കഴിയുകയില്ല. അത് നമുക്ക് ദൈവത്തിന്റെ ആ എഞ്ചിനിൽ കൂടി മാത്രമേ കഴിയത്തുള്ളൂ. എന്നാൽ പല വിശ്വാസികളും ഈ എഞ്ചിൻ ഉണ്ടെങ്കിലും ഈ എഞ്ചിൻ ഉണ്ട് എന്നറിയാതെ മല ചവിട്ടി കയറ്റുന്നവരാണ്. റോമാലേഖനം 7ാമത്തെ അധ്യായത്തിൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പൗലോസിന്റെ അതൊരു പ്രീ കൺവേർഷൻ ഡേയ്സിലുള്ള എക്സ്പീരിയൻസ് ആണ്. ആ എഞ്ചിൻ ഇല്ലാത്തപ്പോഴുള്ള പൗലോസിന്റെ എക്സ്പീരിയൻസ് ആണെങ്കിൽ എഞ്ചിൻ ഉള്ള വ്യക്തികൾക്കും ഇതുപോലെ തന്നെ വിശുദ്ധിയുടെ ജീവിതം നയിക്കാനായിട്ട് ശ്രമിക്കാം. അന്നേരം എന്താണ് ഇതിനുള്ള ആൻസർ എന്നുള്ളതാണ് റോമാലേഖനത്തിലെ സ്ട്രഗിളിന്റെ ആൻസർ ആണ് റോമാലേഖനം 8ാമത്തെ അധ്യായത്തിൽ വരുന്നത്. അത് റോമാലേഖനം 6ന്റെ തുടർച്ചയാണ്. എന്നാൽ 7ൽ ആ ഒരു സ്ട്രഗിൾ വിശദീകരിച്ചതിന് ശേഷം 8ലേക്ക് പൗലോസ് ചേർക്കാം. ശരിക്കും റോമാലേഖനം 6ാമത്തെ അധ്യായത്തിൽ അതിന്റെ ഡോക്ട്രിനൽ പാർട്ടും റോമാലേഖനം 8ാമത്തെ അധ്യായത്തിൽ അതിന്റെ പ്രാക്ടിക്കൽ പാർട്ടുമാണ് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ റോമാലേഖനം, ഞാൻ അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു, റോമാലേഖനം 7 അതിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഈ ചാപ്റ്റർ ഡിവിഷൻ വന്നതുകൊണ്ട് പല പ്രശ്നങ്ങളുണ്ട്. 7ാമത്തെ അധ്യായത്തിന്റെ തുടർച്ചയായിട്ട് ദെയർഫോർ എന്ന് പറഞ്ഞ് തുടരുന്നൊരു അധ്യായമാണ് 8ാമത്തെ അധ്യായം. എന്നാൽ അതിന്റെ ലാംഗ്വേജ് വ്യത്യാസമാണ്, അതിന്റെ എക്സ്പീരിയൻസ് വ്യത്യാസമാണ്, അതിലെ എല്ലാ രീതിയിലും ആ കാര്യങ്ങൾ വ്യത്യാസമായതുകൊണ്ടാണ് വേറൊരു അധ്യായമായിട്ട് പിന്നീടുള്ള ആൾക്കാർ അതിനെ തിരിച്ച് നമുക്ക് 8ാമത്തെ അധ്യായത്തിലേക്ക് വരാം. അന്നേരം റോമാലേഖനത്തെ 7ാമത്തെ അധ്യായത്തിൽ ഒരു ഫെയിലിയറിന്റെ കഥയാണ് അവിടെ കാണുന്നത്. വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് ശ്രമിച്ചു, നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ്, നീതീകരിക്കപ്പെട്ട വ്യക്തിയല്ല എന്ന് അല്ല പറയുന്നത്, നീതീകരിക്കപ്പെട്ടു. എന്നാൽ വിശുദ്ധ ജീവിതം യഥാർത്ഥത്തിൽ എന്താണ് ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് എന്ന് മനസ്സിലാവുകയും ചെയ്തു. അതിൽ ചെയ്യാനായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമത്തിന്റെ അങ്ങേയറ്റത്ത് എന്നൊരു വ്യക്തിയുടെ നിലവിളിയാണ് റോമാലേഖനം 7ാമത്തെ അധ്യായത്തിൽ 24ാമത്തെ വാക്യത്തിൽ.
എന്നാൽ 8-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ഉത്തരമാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെ ചിലർ പറയുന്നത് പോൾസ് പെന്തക്കോസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പൗലോസിന്റെ പെന്തക്കോസ് എന്നാണ്. പെന്തക്കോസ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്ന ആ ദിവസമാണ്. അതിന്റെ അർത്ഥം വേറെയാണെങ്കിൽ അന്നേരം നമ്മൾ റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിലേക്ക് കിടക്കാണ്. 8-ാമത്തെ അധ്യായത്തിൽ തന്നെ അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ 8-ന്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളെ ഞാൻ എടുക്കുന്നുള്ളൂ. 15 മുതൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു തേജസ്കരണത്തിനെ പറ്റി പൗലോസ് പറയുന്ന കാര്യം അത് പിന്നീട്. ഞാൻ ആദ്യ സമയങ്ങൾ സബ്ജക്റ്റ് വൈസ് ആയിരുന്നു എടുത്തിരുന്നത്. ഇപ്പോൾ വരുമ്പോൾ കൂടുതൽ വേഴ്സ് ബൈ വേഴ്സ് ആയിട്ട് എടുക്കുന്നത്. കൂടുതൽ സബ്ജക്റ്റ് വേഴ്സിൽ എല്ലാ വേഴ്സിലേക്കും പോയെങ്കിൽ മാത്രമേ ആ സബ്ജക്റ്റ് മനസ്സിലാക്കാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ഞാനത് കൂടുതൽ അതിലേക്ക് പോകുന്നത്. റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിൽ പൗലോസ് പറഞ്ഞു തുടങ്ങുമ്പോൾ രക്ഷിക്കപ്പെട്ട ദൈവവൈതൻ ക്രിസ്തുവേശുവിൽ ഉള്ളവർ, ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർ. അന്നേരം ഒരു വ്യക്തി ക്രിസ്തുവേശുവിലായി കഴിയുമ്പോൾ ആ വ്യക്തിക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് 8-ൽ വരെ പറയുന്നത്. അതുകൊണ്ട് തന്നെ റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിൽ ആ പറഞ്ഞ കാര്യങ്ങൾ ക്രിസ്തുവേശുവിൽ ഉള്ള പൗലോസിന്റെ അവസ്ഥയല്ല, അതിനു മുമ്പുള്ള അവസ്ഥയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രിസ്തുവേശുവിൽ ഉള്ളവർക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ പറ്റിയും ദൈവം വെച്ചിരിക്കുന്ന വിശുദ്ധീകരണത്തിന്റെ പ്രിൻസിപ്പിളിനെ പറ്റിയും അറിയില്ല എങ്കിൽ നമുക്ക് ആ അവസ്ഥയിൽ തന്നെ ചെന്ന് ചേരാൻ വേണ്ടി കഴിയും. എന്നാൽ ക്രിസ്തുവേശുവിലുള്ളവർക്ക് 2 കാര്യമില്ല എന്ന് പൗലോസ് പറയാം. ഒന്ന് പറയാണ്, there is no condemnation for sin for him. അവർക്കൊരു ശിക്ഷാവിധിയില്ല. ഈ ശിക്ഷാവിധി എന്ന് പറയുമ്പോൾ നിത്യമായിട്ട് ഒരു വരുന്ന ശിക്ഷാവിധിയെ പറ്റി മാത്രമല്ല ഈ കണ്ടംനേഷൻ എന്നുള്ള വാക്ക് ബൈബിളിൽ ഉപയോഗിക്കുന്നത്. ഒരു എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മളെ പറ്റി തന്നെ കുറ്റബോധത്തിൽ താണു പോകുന്ന ഒരു അവസ്ഥയെ പറ്റിയാണ് അവിടെ പറഞ്ഞത്. അങ്ങനെ ഒരു കുറ്റബോധം, കുറ്റം വിധിക്കൽ നമുക്ക് ഉണ്ടാകേണ്ട കാര്യമില്ല. രക്ഷിക്കപ്പെട്ട വ്യക്തിക്ക് നിത്യമായിട്ടുള്ള ശിക്ഷാവിധിയും ഇല്ല എന്നുള്ളത് രണ്ടും ആപ്ലിക്കബിൾ. ഇനി അവിടെ പറഞ്ഞിരിക്കുന്ന ഒന്ന്, വി ഹാവ് നോ കണ്ടംനേഷൻ. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് വി ഹാവ് നോ കമ്പൽഷൻ ടു സിൻ. 2 കാര്യങ്ങൾ. ഒന്ന്, കണ്ടംനേഷൻ ഇല്ല, നമുക്ക് കമ്പൽഷൻ ഇല്ല. കമ്പൽഷൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പാപം ചെയ്യിക്കാനായിട്ട് ഇനി പാപത്തിന് കഴിയില്ല. എന്നാൽ റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൽ അങ്ങനെ ആയിരുന്നില്ല. എന്നെ അതിന് ബദ്ധനാക്കി കളയുന്നു എന്നുള്ള നിലവിളിയായിരുന്നു. ആ ബദ്ധനായി കളയേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ് പൗലോസ് പറഞ്ഞത്. there is no condemnation and no compulsion for sin for those who are in Christ. അന്നേരം യേശു ക്രിസ്തുവിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതേ കാര്യമാണ് റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ അധ്യായം പറഞ്ഞത്. നാം ക്രിസ്തുവിനോട് കൂടി മരിച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന അതേ കാര്യമാണ് റോമാലേഖനം 8-ൽ കണ്ടിന്യൂ ചെയ്യുന്നത്. ഞാനത് വിശദീകരിക്കാം. എന്തുകൊണ്ട് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് കണ്ടംനേഷൻ ഇല്ല, ശിക്ഷാവിധി ഇല്ല? അതിന്റെ കാരണം തൊട്ടടുത്ത 3-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. ഇത് വളരെ വിശദീകരിച്ച് പറയുന്നതാണ്. ഞാൻ തിരിച്ച് ഈ വാക്യങ്ങളിലേക്ക് വീണ്ടും വരാം. ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. അത് ഞാൻ പിന്നീട് വിശദീകരിക്കാം. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അന്നേരം എന്തുകൊണ്ട് ഒരു വ്യക്തിക്ക് കണ്ടംനേഷൻ ഇല്ല? അതിന്റെ കാരണം 3-ാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗത്തിൽ പറയാണ്. പാപത്തിനുള്ള, ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ശിക്ഷാവിധി ഇല്ല? പാപത്തിനുള്ള ശിക്ഷ, കണ്ടംനേഷൻ, അത് യേശു ക്രിസ്തു ഏറ്റെടുത്തത് കൊണ്ട് ഇനി യേശു ക്രിസ്തുവിലുള്ള ഒരു വ്യക്തിക്ക് പാപത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്ന് ആ വ്യക്തി ഫ്രീ ആയിരിക്കുന്നു. 1-ാമത്തെ വാക്യത്തിൽ there is no condemnation because Jesus, യേശു ക്രിസ്തുവിന്റെ മേൽ പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാക്കേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി തീർത്തുകൊണ്ട് we are freed from the condemnation of sin. കണ്ടംനേഷൻ പ്രസന്റ് ടെൻസിൽ കുറ്റം വിധിക്കുന്ന പിശാചിന്റെ കുറ്റം വിധിക്കലിൽ നിന്നും മുമ്പോട്ട് പോകുമ്പോഴുള്ള ശിക്ഷാവിധിയിൽ നിന്നും ഒരു വ്യക്തി ക്രിസ്തുവേശുവിലുള്ളവൻ ഫ്രീ ആയിരിക്കും. 2, നീതീകരണം മാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ പാപത്തിന്റെ ആ കമ്പൽഷൻ, പാപം നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ഒരവസ്ഥ ആ വ്യക്തിക്കില്ല. അതിന്റെ കാരണം എന്താണ്? അതും ഇതേ വാക്യത്തിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ്. ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിക്കുവാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ശിക്ഷ വിധിച്ചു. ജഡത്തെയല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിയാകേണ്ടത്. 2-ാമത്തെ കാര്യം പൗലോസ് പറഞ്ഞിരിക്കുന്നത്, യേശുക്രിസ്തു ന്യായപ്രമാണത്തിന് കഴിയാതിരുന്ന കാര്യം എന്താണ്? ന്യായപ്രമാണത്തിന് കഴിയാതെ 2 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. ഒന്ന്, മനുഷ്യനെ നീതീകരിക്കാനായിട്ട് കഴിയത്തില്ല, ഒരു മനുഷ്യനെ വിശുദ്ധീകരിക്കാനായിട്ട് കഴിയും. യേശുക്രിസ്തു ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് നമ്മളെ നീതീകരിച്ചു. ആ എക്സ്ചേഞ്ച് ദൈവം നടത്തി. അത് വളരെ വിശദമായിട്ട് നമ്മൾ ആദ്യത്തെ അധ്യായങ്ങളിൽ പറഞ്ഞു. പാപം അറിയാത്തവൻ നമുക്ക് വേണ്ടി പാപമായി തീർന്നു. അങ്ങനെ ആ കണ്ടംനേഷൻ യേശുക്രിസ്തു ഏറ്റെടുത്തു. ദൈവത്തിന്റെ നീതി നമുക്കിൽ ഇമ്പ്യൂട്ട് ചെയ്ത് കിട്ടി, നമ്മൾ നീതീകരിക്കപ്പെട്ടു.
എന്നാൽ അവിടെ വെച്ച് മാത്രം തീരുന്നില്ല. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് തന്നിരിക്കുന്നതുകൊണ്ട് പാപത്തിന്റെ കമ്പൽഷനിൽ നിന്ന് നമ്മൾ സ്വന്തം. അതാണ് റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞത്. അന്നേരം നമ്മുടെ പാപഹൃദയവും ദൈവം എടുത്തു മാറ്റി, അല്ലെങ്കിൽ പാപ സ്വഭാവം തന്നെ എടുത്തു മാറ്റി നമുക്ക് ആ കമ്പൽഷനിൽ നിന്നും നമ്മളെ ഫ്രീ ആക്കി. രണ്ട് കാര്യങ്ങളിൽ നിന്ന് ദൈവം നമ്മളെ കണ്ടംനേഷനിൽ നിന്നും കമ്പൽഷനിൽ നിന്നും നമ്മളെ ഫ്രീ ആക്കി. അതാണ് പറഞ്ഞിരിക്കുന്നത് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. ഈ വാക്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുന്നതുകൊണ്ടാണ് ഞാനിത് തിരിച്ചു വിശദീകരിക്കുന്നത്. രണ്ടാമത്തെ വാക്യത്തിൽ പറയാണ് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് ഈ കമ്പൽഷനിൽ നിന്നും എന്നെ സ്വതന്ത്രരാക്കി. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിനെ സ്വതന്ത്രം. പാപത്തിന്റെ പ്രമാണം എന്ന് പറഞ്ഞിരിക്കുന്ന റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പാപ സ്വഭാവത്തിന്റെ കമ്പൽഷനാണ്. അതിൽ നിന്ന് സ്വതന്ത്രരാക്കി. മരണത്തിന്റെ പ്രമാണം എന്ന് പറഞ്ഞിരിക്കുന്നത് ന്യായപ്രമാണത്തിൽ കൂടി, ആ ന്യായപ്രമാണ ലംഘനത്തിൽ കൂടി എനിക്ക് വന്ന മരണശിക്ഷ. അതായത് ന്യായപ്രമാണത്തിൽ നിന്നും പാപത്തിൽ നിന്നും ദൈവം സ്വതന്ത്രനാക്കി. പാപത്തിന്റെ പ്രമാണത്തിൽ നിന്നും ന്യായപ്രമാണത്തിന്റെ പ്രമാണത്തിൽ നിന്നും ദൈവം എന്നെ സ്വതന്ത്രനാക്കിയത് കൊണ്ട് എനിക്ക് പാപം ചെയ്യാനായിട്ടുള്ള കമ്പൽഷനിൽ നിന്നും ദൈവം എന്നെ വിട്ടുവിച്ചു. ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ ഒരു പോരാട്ടമുണ്ട്, എന്നാൽ ആ കമ്പൽഷൻ, ആ അടിമത്തത്തിൽ നിന്നും ദൈവം നമ്മളെ വിടുവിച്ചു എന്നാണ്. അന്നേരം ഇത് രണ്ട് കാര്യങ്ങൾ ദൈവം നമ്മളെ വിടുവിച്ചു. എന്താണ്? പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും പാപത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്നും. ഇതാണ് പൗലോസ് റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും കൂടുതലായിട്ട് ഡീറ്റെയിൽ വിശദീകരിക്കും. അന്നേരം എന്താണ് റോമാലേഖനം 7-ഉം 8-ഉം തമ്മിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസം? രണ്ടിലും വിശുദ്ധ ജീവിതത്തിന്റെ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആ പ്രിൻസിപ്പിളിലുള്ള വ്യത്യാസമാണ് ഈ രണ്ടും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം. റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിൽ പ്രത്യേകിച്ച് അതിന്റെ 14 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ഞാൻ ദൈവത്തിന്റെ പ്രമാണം അനുഷ്ഠിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. ദൈവത്തിന്റെ ന്യായപ്രമാണം അനുസരിക്കാനായിട്ട് ശ്രമിക്കുന്ന ഞാൻ പരിപൂർണമായിട്ട് പരാജയപ്പെടുന്ന ഒരു അവസ്ഥയാണ് 7-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. എന്നാൽ റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും ഞാൻ ശ്രമിക്കുകയല്ല. 7-ാമത്തെ അധ്യായത്തിൽ ഐ വാസ് ട്രൈയിങ് ടു ഫുൾഫിൽ ദ ലോ, ബട്ട് 8-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും ഐ ആം ട്രസ്റ്റിംഗ് ഇൻ ദ ലോർഡ് ആൻഡ് ലോർഡ് ഈസ് ഫുൾഫില്ലിംഗ് ദ ലോ. ഇതാണ് 8-ാമത്തെ അധ്യായത്തിലേക്ക്. അതാണ് പറഞ്ഞിരിക്കുന്നത് ജഡത്തെ അല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിയാകേണ്ടത്. അന്നേരം ഞാൻ ആദ്യമേ പറഞ്ഞു, ന്യായപ്രമാണത്തിൽ നമ്മളെ സ്വതന്ത്രരാക്കി എന്നതിന്റെ അർത്ഥം നമുക്ക് ന്യായപ്രമാണം ലംഘിക്കാമെന്നുള്ളതല്ല, ന്യായപ്രമാണം നിവർത്തിക്കാനാണ്. എന്നാൽ വേറൊരു പ്രിൻസിപ്പിൾ കൂടിയാണ്. അന്നേരം 7-ാമത്തെ അധ്യായത്തിൽ ഞാൻ ശ്രമിക്കുകയാണെങ്കിൽ ഐ വാസ് ട്രൈയിങ് ടു ഫുൾഫിൽ ദ ലോ ആണ് 7-ാമത്തെ അധ്യായത്തിൽ. 8-ാമത്തെ അധ്യായത്തിൽ ആ പ്രിൻസിപ്പിൾ മാറി ഐ എം ട്രസ്റ്റിംഗ് ഇൻ ദ ലോർഡ് ആൻഡ് ദ ലോർഡ് ഈസ് ഫുൾഫില്ലിംഗ് ദ ലോ ഇൻ ആൻഡ് ത്രൂ മീ. ദൈവം തന്റെ പ്രമാണം നമ്മൾ കൂടി ചെയ്യുക. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞപ്പോഴൊക്കെ പറഞ്ഞിരുന്നു, പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേക്കും പ്രമാണമല്ല മാറുന്നത്, ഇല്ലെങ്കിൽ പ്രമാണത്തിന്റെ സ്റ്റാൻഡേർഡ് ഹൈ ആക്കുകയല്ല, ആ ചെയ്യുന്ന വ്യക്തി മാറുകയാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നതിന് പകരം ദൈവം എന്നിൽ കൂടി ചെയ്യുക. അന്നേരം ഞാൻ എന്താണ് ചെയ്യുന്നത്? ഞാൻ കർത്താവിൽ വിശ്വസിക്കുക, കർത്താവിൽ കണ്ടിന്യൂസ് ആയിട്ട് ട്രസ്റ്റ് ചെയ്യുക മാത്രമല്ല. അന്നേരം വളരെ ലളിതമായിട്ടുള്ള ഒരു സുവിശേഷം വിശുദ്ധീകരണത്തിലും പൗലോസ് പഠിപ്പിക്കുന്നു. അന്നേരം ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, യേശുക്രിസ്തു എന്നിൽ കൂടി ന്യായപ്രമാണം നിവൃത്തിയാക്കുന്നു. അന്നേരം എന്താണ് ഇതിൽ അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസം? 7-ാമത്തെ അധ്യായം 8-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ലാംഗ്വേജ് മാത്രമല്ല, വാക്കുകൾ മാറുന്നു. 7-ാമത്തെ അധ്യായത്തിൽ ഞാൻ എന്ന വാക്ക് 24 പ്രാവശ്യം വരുന്നു. ഐ എന്നുള്ളത്. അതേപോലെ തന്നെ ലോ എന്നുള്ള വാക്കും ഏകദേശം അത്രയും പ്രാവശ്യം തന്നെ റിപ്പീറ്റ് ആയിട്ട് വരും. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മാറ്റപ്പെടുകയാണ്. നേരം ഐ എന്നുള്ള വാക്ക് 8-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും ഓൾമോസ്റ്റ് സീറോ ആവും. ഐ എന്നുള്ള വാക്ക് വരുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഞാനായിട്ട് മാറും. പിന്നീട് പരിശുദ്ധാത്മാവ് ആ റോൾ ഏറ്റെടുക്കുകയാണ്. ആത്മാവ്, പരിശുദ്ധാത്മാവ് എന്നുള്ള വാക്ക് 22 പ്രാവശ്യം. ഐ എന്നുള്ള വാക്ക് എത്ര പ്രാവശ്യം 7-ാമത്തെ അധ്യായത്തിൽ വന്നു? ഓൾമോസ്റ്റ് അത്രയും പ്രാവശ്യം തന്നെ പരിശുദ്ധാത്മാവ് എന്നുള്ള വാക്ക് വരിക. അന്നേരം എന്താണ്? ആ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ആള് മാറി പരിശുദ്ധാത്മാവ് ആ ഡ്രൈവിംഗ് ഏറ്റെടുക്കുകയാണ്. ഞാൻ കർത്താവിൽ പരിപൂർണമായിട്ടും പരിശുദ്ധാത്മാവിനിൽ കൂടി പ്രവർത്തിക്കാനായിട്ട് കർത്താവിൽ വിശ്വസിക്കുന്ന ഞാനാണ് 8-ാമത്തെ അധ്യായത്തിൽ. അന്നേരം ഐ എന്നുള്ള വാക്ക് മാറി, ലോ എന്നുള്ള വാക്ക് മാറി. അന്നേരം ചെയ്യുന്ന ആൾ മാറി, ലോ മാറിയിട്ട് ഒരു റിലേഷനിലേക്ക് വരിക. അതാണ് 8-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല, അബ്ബാ പിതാവെ എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവത്തിനെ നമുക്ക് പറഞ്ഞു. അന്നേരം ഒരു ദൈവമായിട്ട് ഒരു റിലേഷനിലേക്ക് വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാപം ചെയ്യുന്നതിനുമുള്ള ആദത്തിന്റെ അവസ്ഥയിൽ എങ്ങനെയായിരുന്നു ആ റിലേഷനിലേക്ക് റെസ്റ്റോർഡ് ചെയ്യപ്പെടുക. അന്നേരം ഞാൻ
കർത്താവിൽ ആ റിലേഷനിലേക്ക് റെസ്റ്റോർ ചെയ്ത് കർത്താവിൽ വിശ്വസിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നിൽ കൂടി ആ പ്രവൃത്തി ചെയ്തെടുക്കണം. ന്യായപ്രമാണത്തിന്റെ നീതി എന്നിൽ കൂടി ദൈവം നിവർത്തിച്ചെത്തിച്ചെടുക്കണം. അതാണ് റോമാലേഖനം 8:1-3 വരെയുള്ള വാക്യങ്ങൾ ഞാൻ കുറച്ച് വിശദമായിട്ട് വിശദീകരിച്ച് മാത്രമേ ഉള്ളൂ. ഞാൻ വീണ്ടും പറഞ്ഞു വിട്ടെ. റോമാലേഖനം 3-ാമത്തെ അധ്യായത്തിൽ യേശു ക്രിസ്തുവിനെ പറ്റിയാണ് പറഞ്ഞത്. യേശു ക്രിസ്തു നമുക്ക് വേണ്ടിയിട്ട്, നമ്മളുടെ നീതീകരണത്തിന് വേണ്ടിയിട്ടും വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടും എന്ത് ചെയ്തു എന്നുള്ളത് ഈ 3-ാമത്തെ ഒറ്റ വാക്യത്തിൽ പൗലോസ് ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. അത് നമ്മൾ വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കർത്താവ് എന്താണ് ക്രൂശിൽ ചെയ്തത്, നമ്മുടെ നീതീകരണത്തിനും വിശുദ്ധീകരണത്തിനും വേണ്ടി കർത്താവ് എന്താണ് ചെയ്തതെന്നുള്ളത് ആ 3-ാമത്തെ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കി. ഞാനൊന്ന് വിശദീകരിക്കാം. അന്നേരം അവിടെ യേശു ക്രിസ്തു ക്രൂശിൽ ചെയ്ത കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. ഇവിടെ വളരെ ആത്മീയമായിട്ട് പല സത്യങ്ങളും പൗലോസോട് വിശദീകരിക്കുന്നുണ്ട്. അതിൽ 1-ാമത്തെ കാര്യം പൗലോസ് പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തുവിനെ പറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിക്കും. ഞാൻ പറഞ്ഞു, ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞ 2 കാര്യങ്ങളും സാധിക്കാനായിട്ട് യേശു ക്രിസ്തു വന്നു. അന്നേരം ദൈവം എന്ത് ചെയ്തു? ദൈവം തന്റെ പുത്രനെ അയച്ചു എന്നുള്ളതാണ്. ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഓർഡർ ഗോഡ് സെന്റ് ഹിസ് സൺ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. വീക്ക് ആസ് ത്രൂ ദ ഫ്ലഷ് ഗോഡ് ഡിഡ് സെൻഡിങ് ഹിസ് ഓൺ സൺ. അന്നേരം ഇവിടെ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ളൊരു പ്രസ്താവനയാണ്. യേശു ക്രിസ്തു അയക്കപ്പെട്ടവനാണ് എന്നുള്ളതാണ് ആദ്യം ദൈവം പറയുന്നത്. അന്നേരം യേശു ക്രിസ്തുവിനെ പറ്റി നമ്മൾ പുതിയ നിയമം ഉടനീളം വായിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ യേശു ക്രിസ്തു തന്നെ പറ്റി പറയുന്നത് ഐ ആം ദ സെന്റ് വൺ, അയക്കപ്പെട്ടവനാണ്. അതിന്റെ അർത്ഥം എന്താണ്? യേശു ക്രിസ്തുവിന്റെ ഒരു പ്രീ എക്സിസ്റ്റൻസ് അവിടെ പൗലോസ് പറയുകയാണ്. അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കുള്ളൂ ഈ കാര്യങ്ങളൊക്കെ. എന്നിട്ട് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചു എങ്കിലും യേശു ക്രിസ്തു അതിന് മുമ്പേ ഉള്ള ഒരു വ്യക്തി, അയക്കപ്പെട്ട ഒരു വ്യക്തി ഈ ഭൂമിയിലേക്ക് വരികയാണ് ചെയ്തത്. അതുകൊണ്ടാണ് കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത് 1-ാമത്തെ മനുഷ്യൻ ഭൂമിയിൽ നിന്നുള്ളത്. അന്നേരം 1-ാമത്തെ മനുഷ്യൻ ആദത്തിനും യേശു ക്രിസ്തുവിനുള്ള ഒരു വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദം ഭൂമിയിൽ നിന്ന് ഉണ്ടാക്കപ്പെട്ട വ്യക്തിയാണ്. ആദത്തിന്റെ തുടക്കം ഈ ഭൂമിയിലായി. എന്നാൽ യേശു ക്രിസ്തുവിന്റെ തുടക്കം നിത്യതയിലാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ 1:1 പറഞ്ഞിരിക്കുന്നത് ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു. അന്നേരം അങ്ങനെ ദൈവത്തോടു കൂടിയായിരുന്ന ദൈവത്തിന്റെ പുത്രനെ ദൈവം ഭൂമിയിലേക്ക് അയക്കുകയാണ് ചെയ്തത്. അന്നേരം ആ അയക്കപ്പെട്ടവൻ ആ ഒരു മിഷൻ അക്കംപ്ലിഷ് ചെയ്യപ്പെടാനായിട്ട് ഈ ഭൂമിയിലേക്ക് മനുഷ്യനെ അവന്റെ പാപത്തിൽ നിന്നും വീണ്ടെടുക്കാനായിട്ട് അയക്കപ്പെട്ടവനാണ് യേശു ക്രിസ്തു. രണ്ടാമത് പറയാണ് ഗോഡ് സെന്റ് ഹിസ് സൺ. അന്നേരം ദൈവപുത്രനാണ് യേശു ക്രിസ്തു. ദൈവപുത്രൻ എന്നുള്ള പദം മിക്കപ്പോഴും ഉപയോഗിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ഡിവിനിറ്റിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക്, അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോഴേക്കും അവൻ പുത്രൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തി കൊണ്ട് വഹിക്കുന്നവനാണ്. അന്നേരം ദൈവത്തിന്റെ പുത്രനാണ്. ഹി വാസ് ഡിവൈൻ, ഹി വാസ് ദൈവത്തിന്റെ പുത്രൻ. ദൈവത്തിന്റെ അതേ ക്യാരക്ടറുള്ള ആ പുത്രനെ ദൈവം ഭൂമിയിലേക്ക് അയച്ചു എന്നുള്ളതാണ് ആദ്യം ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ പ്രീ എക്സിസ്റ്റൻസും യേശുക്രിസ്തുവിന്റെ ഡിവിനിറ്റിയും. അതെല്ലാം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു വാക്യമല്ലെങ്കിലും അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പൗലോസ് ഈ കാര്യം. ഇത് രണ്ടും നമുക്ക് മനസ്സിലാക്കിക്കൊള്ളൂ. ഇത് നമ്മുടെ രക്ഷണ്യ പ്രവൃത്തിയിലും യേശുക്രിസ്തുവിന്റെ ദൈവത്വം പ്രാധാന്യമാണ്, യേശുക്രിസ്തു അയക്കപ്പെട്ടവനാണ്. എന്നാൽ അവിടെ വെച്ച് നിർത്തുന്നില്ല. പൗലോസ് പറയുന്നത് ദൈവം തന്റെ പുത്രനെ പാപജടത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തം വെച്ചു. അന്നേരം 3-ാമത് പൗലോസ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ ഹ്യൂമാനിറ്റിയാണ്. യേശുക്രിസ്തുവിന്റെ ഹ്യൂമാനിറ്റി പറയുമ്പോൾ പൗലോസ് വളരെ കൃത്യമായിട്ടുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഹി സെന്റ് ഹിസ് സൺ ഇൻ ദ ലൈക്ക്നെസ് ഓഫ് സിൻഫുൾ ഫ്ലഷ് എന്നാണ്. ആ വാക്കിന് വളരെ പ്രത്യേകത. ഞാൻ ഈ വാക്കുകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കുന്നത് ഇതിലൊക്കെ എവിടെയോട്ടെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തെറ്റുപറ്റാനായിട്ടുള്ള സാധ്യത. ദൈവം തന്റെ പുത്രനെ ജഡത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. ബൈബിൾ ഉടനീളം വായിച്ചു കഴിഞ്ഞാൽ ദൈവം തന്റെ പുത്രനെ ജഡത്തിൽ അയച്ചു എന്ന് തന്നെയാണ് പറഞ്ഞത്. തിമോഥെയോസ് ലേഖനത്തിൽ പറയുന്നുണ്ട് ദൈവം ജഡത്തിൽ വെളുത്തു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായിട്ട് നമ്മുടെ ഇടയിൽ. എബ്രായ ലേഖനത്തിൽ പറയാണ് മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന് അധികാരിയായ മനുഷ്യന് തന്റെ മരണത്താൽ നീക്കി. അന്നേരം യേശു ക്രിസ്തു ജഡത്തിന്റെ ലൈക്ക്നെസ്സിലല്ല വന്നത്, ജഡത്തിൽ തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ ഹ്യൂമാനിറ്റി എന്നുള്ളത് ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് ഹ്യൂമാനിറ്റി. നമ്മളുടെ ജഡത്തിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ജഡം യേശു ക്രിസ്തു, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ബോഡി യേശു ക്രിസ്തുവിനായിരുന്നു.
എബ്രായ ഞാൻ എന്റെ വളരെ വിശദീകരണത്തിലേക്ക് പോകാനായിട്ട് എനിക്ക് സമയമില്ല, വേറൊരു വിഷയമാണ്. എങ്കിലും എബ്രായ ലേഖനത്തിൽ അതുകൊണ്ട് തന്നെ പൗലോസ് അത് വിശദീകരിക്കുമ്പോൾ പറയുന്നുണ്ട്. എബ്രായ ലേഖനം അതിന്റെ രണ്ടാമത്തെ അധ്യായത്തിൽ അവിടെ പറഞ്ഞിരിക്കുകയാണ്, ദൂതന്മാരെ പോലെ അല്ല യേശു ക്രിസ്തു വന്നത്, നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു ഏഞ്ചലിക് ബോഡിയിലല്ല യേശു ക്രിസ്തു വന്നത്. അതുകൊണ്ട് തന്നെയാണ് ദൂതന്മാരെ സംരക്ഷണം ചെയ്യാനല്ല, അബ്രഹാമിന്റെ സന്തതിയായ എന്നിട്ടാണ് പറഞ്ഞിരിക്കുന്നത് മക്കൾ ജഡരക്തങ്ങളോടുകൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോടുകൂടി. അന്നേരം യേശു ക്രിസ്തു ഈ ഒരു മനുഷ്യന്റെ ആ ഫിസിക്കൽ ലിമിറ്റേഷൻ ഏറ്റെടുത്തിട്ടാണ് ഈ ഭൂമിയിൽ വന്നത്. അതാണ് ഫിലിപ്പ് ലേഖനത്തിലും ആ ക്രിസ്റ്റോളജി വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത്. He emptied himself and came in the limitation of man. അന്നേരം പൗലോസ് പറയാണ് അവൻ ജഡത്തിൽ തന്നെയാണ് യേശു ക്രിസ്തു. എന്നാലും എന്താണ് അവിടെ വ്യത്യാസം? പാപജഡത്തിലല്ല യേശു ക്രിസ്തു. He came in the likeness of sinful flesh. He did not came in the sinful flesh. എന്തായിരുന്നു യേശു ക്രിസ്തുവിന്റെ ഹ്യൂമാനിറ്റിയും ബാക്കി വീഴ്ച പറ്റിയ മനുഷ്യർ തമ്മിലുള്ള ഹ്യൂമാനിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഹി വാസ് സിൻലെസ് ഫ്രം ദ ബർത്ത്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കണം. യേശു ക്രിസ്തുവിന്റെ ഹ്യൂമാനിറ്റി എന്ന് പറയുമ്പോൾ അവൻ പാപമില്ലാത്തവനായി, എന്നാൽ അവൻ പരിപൂർണ മനുഷ്യനായി. എന്നാൽ പാപമില്ലായിരിക്കുമ്പോൾ തന്നെ മനുഷ്യന്റെ ഫിസിക്കൽ ലിമിറ്റേഷനുള്ളിൽ ആ എല്ലാ ശരീരത്തിന്റെ ആ ഫിസിക്കൽ ലിമിറ്റേഷന്റെ എല്ലാത്തിന്റെ ഉള്ളിലാണ്. ഇത് വളരെ വേറൊരു വിഷയം ആയതുകൊണ്ട് അതിന്റെ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. പൗലോസിന്റെ ഒറ്റ വാക്യത്തിൽ പറയുന്ന വിഷയം ആയതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി വിശദീകരിച്ചു മാത്രം. എന്തുകൊണ്ടാണ് ഇതൊക്കെ പ്രാധാന്യമായി തീരുന്നത്? നമ്മളുടെ വീണ്ടെടുപ്പിന് ഇതെല്ലാം പ്രാധാന്യമുള്ള കാര്യമാണ്. യേശുക്രിസ്തു പാപജടത്തിലായിരുന്നു ഈ ഭൂമിയിൽ വന്നെങ്കിൽ യേശുക്രിസ്തുവിന് പാപപരിഹാരപരമായിട്ട് മരിക്കാനായിട്ട് കഴിയത്തില്ല. അതേസമയം തന്നെ യേശുക്രിസ്തു ഒരു മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നില്ലായിരുന്നെങ്കിലും യേശുക്രിസ്തുവിന് മരിക്കാനായിട്ട് കഴിയത്തില്ല, പാപപരിഹാരമായിട്ട് മരിക്കാനായിട്ട് കഴിയത്തില്ല. എന്നിട്ട് ഇതെല്ലാം വളരെ കണക്റ്റഡ് ആണ്. അന്നേരം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, യേശുക്രിസ്തുവിന്റെ ഹ്യൂമാനിറ്റിയെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം യേശുക്രിസ്തു പാപമില്ലാത്തവനായിരുന്നു ഈ ഭൂമിയിൽ. ഹി വാസ് സിൻലെസ് ഫ്രം ഹിസ് ബർത്ത്. എന്നാൽ യേശുക്രിസ്തു എന്ത് ചെയ്തു? ഈ ഭൂമിയിൽ പാപം ചെയ്യാതെ ജീവിച്ചു. ഈ പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ ആൾക്കാർ വിശദീകരിക്കാറുണ്ട്. ഒന്ന്, യേശുക്രിസ്തു ഈ ഭൂമിയിൽ ഉടനീളം പാപത്തിന് കീഴ്പ്പെടാതെ വിശുദ്ധ ജീവൻ നയിച്ചതുകൊണ്ട് യേശുക്രിസ്തു ഈ ഭൂമിയിൽ തന്നെ പാപത്തിന് ശിക്ഷ വിധിക്കായിരുന്നു. അതിന്റെ അൾട്ടിമേറ്റ് ആയിട്ട് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ ദൈവം പാപത്തിന്റെ മുഴുവനായിട്ടുള്ള മരണവും അല്ലെങ്കിൽ പാപം അവന്റെ മേൽ ഇമ്പ്യൂട്ട് ചെയ്യപ്പെടുകയായിരുന്നു. യേശുക്രിസ്തുവിന് പാപം ഏറ്റെടുക്കാനായിട്ട് കഴിഞ്ഞതിന്റെ കാര്യം, യേശുക്രിസ്തു പാപമില്ലാത്തവനായിട്ട് ജനിച്ചു, പാപം ചെയ്യാതെ ജീവിച്ചു. അത് ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഹി ഡിഡ് നോട്ട് സിൻ. എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, അവൻ സകലത്തിൽ നമ്മളെ പോലെ പരീക്ഷിക്കപ്പെട്ടുവെങ്കിലും അവൻ പാപം ചെയ്തില്ല. എന്തുകൊണ്ടാണ് യേശുക്രിസ്തു പാപം ചെയ്തില്ല എന്ന് എടുത്തെടുത്ത് പറയുന്നത്? അതൊരു വെറുമൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അല്ല, യേശുക്രിസ്തു പാപം ചെയ്യാതെ ഈ ഭൂമിയിൽ ജീവിച്ചത് പാപപരിഹാരമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ആവാനായിട്ടായിരുന്നു. എന്നിട്ട് യേശുക്രിസ്തു പാപമില്ലാതെ ഈ ഭൂമിയിൽ ജനിച്ചു, മനുഷ്യന്റെ എല്ലാ ലിമിറ്റേഷന്റെ ഉള്ളിൽ വന്നിട്ടും പാപം ചെയ്യാതെ തന്നെ അവസാനം വരെയും പാപമില്ലാത്തവനായിട്ട് അവൻ ജീവിച്ചു. എബ്രായ ലേഖനത്തിൽ പറയുന്ന പോലെ അവൻ നിത്യയാഗമായി, അവൻ പരിശുദ്ധയാഗമായിട്ട് അവന്റെ പാപമില്ലാത്ത തന്നെ പാപപരിഹാരമായിട്ട് കൊടുത്തു. ഒരു ലേഖനത്തിൽ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, പാപം അറിയാത്തവനെ ദൈവം നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് നമുക്ക് വേണ്ടി പാപമാക്കി തീർത്തു. അന്നേരം പല സ്റ്റേറ്റ്മെന്റുകൾ ഇതിലുണ്ട്. ഒന്ന്, അവൻ പാപമില്ലാത്തവനായിരുന്നു, അവൻ പാപം ചെയ്യാതെ ജീവിച്ചു, അവൻ പാപപരിഹാരമായിട്ട് മരിച്ചു, അവൻ നമുക്ക് വേണ്ടി പാപം ആക്കപ്പെട്ടു. ഇതിന്റെ നിവൃത്തി എന്താണ്? അതുകൊണ്ട് തന്നെ അവൻ റോമലേഖനം 1-ാമത്തെ അധ്യായത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന പോലെ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ഉയർത്തെഴുന്നേറ്റിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ അയച്ചത് കൊണ്ട് നമുക്ക് പാപം ചെയ്യാതെ ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയും എന്നുള്ളതാണ് പൗലോസ് പഠിപ്പിക്കുന്നത്. അതാണ് പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ പറയാണ്, ഈ 3-4 വാക്കുകൾ ഇങ്ങനെ ഇരിക്കുന്നത്. ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിക്കുവാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. എന്നിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ അയച്ചു. അതുകൊണ്ട് ജഡത്തെയല്ല ആത്മാവിനനുസരിച്ച് നമ്മൾ നടക്കുന്ന നമ്മിൽ കൂടി ദൈവത്തിന്റെ ന്യായപ്രമാണം ദൈവത്തിന് തന്നെ ഫുൾഫിൽ ചെയ്തെടുക്കാൻ. കാരണം ന്യായപ്രമാണത്തിൽ നമ്മൾ ഒഴിവുള്ളവരാണ്. എന്നാൽ ദൈവത്തിന്റെ യഥാർത്ഥത്തിലുള്ള ന്യായം, 10 കൽപ്പനകൾക്കപ്പുറത്ത് നിൽക്കുന്ന ദൈവത്തിന്റെ ഹൃദയത്തിലെ ദൈവത്തിന്റെ ആ സ്റ്റാൻഡേർഡിലേക്ക് നമ്മളെ നടത്താനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ കഴിയുമെന്നുള്ളതാണ് പൗലോസ് വിചാരിക്കുന്നത്. എന്നാൽ ഈ 4 വാക്യങ്ങൾ തന്നെ വളരെ
ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതുകൊണ്ടാണ് ഞാൻ ആ വാക്യങ്ങളിൽ കുറെ സമയം. അടുത്ത വാക്യത്തിൽ ഈ 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ, 5 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് രണ്ട് കോൺട്രാസ്റ്റ് പറയുക. ഇനി ഈ ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്നുള്ളത് നമ്മിൽ ദൈവത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ എന്ന് പറഞ്ഞിട്ട് ആത്മാവിനെ അനുസരിച്ച് നടക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് എന്നുള്ളത് പൗലോസ് വിശദീകരിക്കുകയാണ്. എന്നിട്ട് അവിടെ നമ്മൾ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇഫ് എന്നുള്ള വാക്ക് പല പ്രാവശ്യം, ഒരു 7 പ്രാവശ്യത്തിൽ കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്നുള്ള ആദ്യത്തെ ഭാഗം. ആദ്യത്തെ ഭാഗത്തിൽ പൗലോസ് പറയാണ്, എന്തുകൊണ്ടാണ് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഒരു വ്യക്തിക്ക് ആത്മാവ് ദൈവത്തിന്റെ ന്യായപ്രമാണം അനുസരിക്കാനായിട്ട് കഴിയാതെ, അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിൽ ജീവിക്കാനായിട്ട് കഴിയാതിരുന്നതിന്റെ കാര്യം പറയാണ്. 5-ാമത്തെ വാക്യം, ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ഇത് തുറന്നുള്ള വാക്യമാണ്, ഞാൻ മുഴുവൻ വായിച്ചിട്ട് വിശദീകരിക്കും. എന്നിട്ട് പറയുന്നത്, ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുതാത്വമാകുന്നു, അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ കഴിയുന്നില്ല. പിന്നെ പൗലോസ് പറയാണ്, എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ ന്യായപ്രമാണം ഒരു മനുഷ്യന് ചെയ്തെടുക്കാനായിട്ട് കഴിയായിരുന്നു. റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിലെ പ്രോബ്ലം എന്തായിരുന്നു? പ്രോബ്ലം എന്നുള്ളത്, ഒരു വ്യക്തിയുടെ ഉള്ളിൽ അവൻ ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ തന്നെ ഒരു ജഡസ്വഭാവമുണ്ട്. ഈ ജഡസ്വഭാവം എന്നുള്ളത് പാപസ്വഭാവം നമുക്ക് പറയാൻ കഴിയും. കാരണം ഞാനത് വിശദീകരിക്കാം. റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൽ പറയുന്ന പഴയ മനുഷ്യൻ എന്നുള്ളത്, ഈ ജഡസ്വഭാവം എന്ന് പറയുന്നത് ഏകദേശം അല്ല, ഒരേ കാര്യം തന്നെ. കാര്യം എന്താണ്? ഈ പാപസ്വഭാവം ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നതല്ല, കീഴ്പ്പെടാൻ കഴിയുന്നതുമല്ല. അന്നേരം ദൈവത്തിന്റെ ന്യായപ്രമാണം ഇന്നത് ചെയ്യാനായിട്ട് പറയുമ്പോൾ അതിനെതിരെ വർക്ക് ചെയ്യുന്ന ഒരു പാപ സ്വഭാവം മനുഷ്യനിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അവനൊരിക്കലും ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടാൻ കഴിയുന്നില്ല, അതിന് കഴിയത്തതുമില്ല എന്ന് പറയും. അന്നേരം അടുത്ത വാക്യത്തിലാണത് കുറച്ചുകൂടി വിശദീകരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ജഡസ്വഭാവമുള്ളവർക്ക് അതുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയത്തില്ല. ദൈവത്തെ തന്റെ പ്രവൃത്തിയിൽ കൂടി പ്രസാദിപ്പിക്കാനായിട്ട് കഴിയാത്തത് അവന്റെ ജഡസ്വഭാവം ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു സ്വഭാവം. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയാണ്, നിങ്ങളും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു എങ്കിൽ, അതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, ഈഫ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു എങ്കിൽ നിങ്ങൾ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവ് ഇല്ലാത്തവൻ അവനുള്ളത്. അന്നേരം മുകളിൽ പറഞ്ഞ ആ കാര്യം രക്ഷിക്കപ്പെടാത്തൊരു വ്യക്തിയുടെ കാര്യമാണെന്ന് അവിടെ ക്ലിയർ ആണ്. പലപ്പോഴും ഇത് രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെന്ന് പലപ്പോഴും ചിന്തിക്കാറുള്ളതാണ് ഇത് പറയുന്നത്. അന്നേരം നിങ്ങൾ, പൗലോസ് പറയാണ്, ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ പ്രമാണം ഫുൾഫിൽ ചെയ്യാൻ കഴിയണമെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായി ആ വ്യക്തിയുടെ ഉള്ളിൽ ദൈവാത്മാവ് വസിക്കുന്നവരായിരിക്കും. ഇല്ലെങ്കിൽ ആ വ്യക്തി വീണ്ടും ജനിച്ചിരിക്കുന്നതായിരിക്കണം, ദൈവത്തിലായിരിക്കണം എന്നുള്ള വളരെ സിമ്പിൾ പ്രിൻസിപ്പിളാണ്. ഇഫ് യു ആർ നോട്ട് എ പേഴ്സൺ ഹു ഈസ് ഇൻ ക്രൈസ്റ്റ് ആൻഡ് ക്രൈസ്റ്റ് സ്പിരിറ്റ് ഈസ് നോട്ട് ഇൻ യു, യു കാനോട്ട് ഫുൾഫിൽ ദ ലോ. ദൈവത്തിന്റെ ന്യായപ്രമാണം ചെയ്യാനായിട്ട് കഴിയത്തില്ല. പഴയ നിയമത്തിൽ ഈ റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിൽ പറയുന്നിരിക്കുന്നവർ മാത്രമേ കഴിയത്തുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രക്ഷിക്കപ്പെട്ട വ്യക്തിയും ജഡത്തിൽ ആശ്രയിച്ച് കഴിഞ്ഞാൽ കഴിയത്തില്ല, അത് വേറൊരു വിഷയം. എന്നിട്ട് ഇവിടെ പൗലോസ് പറഞ്ഞിരിക്കുകയാണ്, ആദ്യത്തെ റിക്വയർമെന്റ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ചോദ്യം തന്നെ വരുന്നു, നിങ്ങൾക്ക് ദൈവത്തിന്റെ ന്യായപ്രമാണം അല്ലെങ്കിൽ ദൈവത്തിന്റെ വിശുദ്ധിയുടെ സ്റ്റാൻഡേർഡിലേക്ക് എത്താൻ കഴിയുമെന്ന്. അതുകൊണ്ട് എനിക്ക് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എങ്കിൽ നിങ്ങൾ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവൻ. അന്നേരം ആരാണ് ക്രിസ്ത്യാനി? ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ പള്ളിയിൽ പോകുന്നവനോ പ്രാർത്ഥിക്കുന്നവനോ കുറെ നിയമങ്ങൾ പാലിക്കുന്നവനോ വിശുദ്ധിയുടെ കുറെ മാനുഷിക മോറൽ വാല്യൂസ് കീപ്പ് ചെയ്യുന്നവനോ ഒന്നുമല്ല. ക്രിസ്തുവിന്റെ ആത്മാവുള്ളവനാണ് ക്രിസ്തുവിനുള്ളത്. ക്രിസ്തുവിലുള്ളവനാണ് ക്രിസ്തുവിന്റെ ആത്മാവ്. അതുകൊണ്ടാണ് 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്, ഇപ്പോൾ ക്രിസ്തുവിനുള്ളത്. അതായത് നമ്മൾ ക്രിസ്തുവിലാകുമ്പോൾ ക്രിസ്തു നമ്മളിലാകുന്നു. ദൈവത്തിന്റെ ആത്മാവുള്ളവൻ ദൈവത്തിലുള്ളവനാണ്. ദൈവത്തിന്റെ ആത്മാവുള്ളവൻ ഈ പാപസ്വഭാവത്തിൽ നിന്നും ഡെലിവർ ചെയ്യപ്പെട്ടവനാണ്. റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ആ പഴയ മനുഷ്യനെ ക്രൂശിൽ തറച്ച് നമ്മൾ നീക്കിക്കളഞ്ഞ് നമ്മൾ സ്വതന്ത്രരാകും. അടുത്ത വാക്യത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുകയാണ്, ക്രിസ്തു നിങ്ങളുണ്ട്. മേളിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഇഫ്, 2-ാമത്തെ കാര്യം വീണ്ടും പറയാം. മുകളിൽ പറഞ്ഞിരിക്കുന്ന പോലെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിലുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിലുണ്ട് എന്നതിന്റെ വേറൊരു വാക്കാണ് ക്രിസ്തു നിങ്ങളിലുണ്ട്. ക്രിസ്തുവിന്റെ ആത്മാവുള്ളവൻ അതില്ലാത്തവൻ അവനുള്ളവൻ എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യം പറയാണ്, ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിലോ നിങ്ങളുടെ ശരീരം
പാപം നിമിത്തം മരിക്കേണ്ടതാണെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാണ്. അന്നേരം പറയാണ് നിങ്ങളുടെ ശരീരം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ശരീരം ഫിസിക്കലി വി ആർ ഫ്രം ആഡം ആൻഡ് നമുക്കത് നമ്മൾ മരിക്കേണ്ടി വരും. അതോടെ ഇംഗ്ലീഷ് പറഞ്ഞിരിക്കുന്നത് യുവർ ബോഡി ഇസ് ഡെഡ് എന്നുള്ള ഒരു പ്രസന്റ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. ഫവർ യു ആർ നോട്ട് ഇൻ ദ ഫ്ലഷ് ബട്ട് ദ സ്പിരിറ്റ് ഇൻ അവിടെ പറഞ്ഞിരിക്കുന്നത് ദോ ദ ബോഡി ഈസ് ഡെഡ് ബിക്കോസ് ഓഫ് ദ സിൻ. ജഡം നമ്മുടെ ശരീരം പാപം നിമിത്തം മരണത്തിലേക്ക് പോകുന്നതാണ് എങ്കിലും ആത്മാവ് ദൈവത്തിന്റെ നീതി നിമിത്തം ജീവനാകുന്നു എന്ന് പറഞ്ഞതിന് ശേഷം പറയുകയാണ് യേശുവിനെ മരിച്ചവനിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നുവെങ്കിൽ. അന്നേരം അടുത്തതായിട്ട് നമ്മൾ ക്രിസ്തുവിലാണ് എന്ന് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, ഈ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരു കാര്യത്തിലേക്ക് പൗലോസ് വിശദീകരിക്കാം. ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മൾ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതാണെങ്കിലും ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എങ്കിൽ, അവിടെ വീണ്ടും ഒരു ഇഫാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടിന്യൂസ് ആയി ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്നുള്ളത് നമ്മൾ മുമ്പോട്ട് വായിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു അവസ്ഥയെ പറ്റി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവ് കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഞാനിത് ആദ്യത്തെ ഭാഗങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഒരു ചോദ്യമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു, ഇവിടെ അവിടുത്തെ ആ കോണ്ടക്സ്റ്റിൽ ആ മരണത്തിൽ നിന്നുള്ള ഫിസിക്കൽ റിസറക്ഷൻ അല്ല പ്രൈമറി അവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഭൂമിയിലുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നമ്മുടെ ഈ മർത്യ ശരീരങ്ങളെ ആത്മാവിന്റെ ശക്തി കൊണ്ട് ജീവിപ്പിച്ചുകൊണ്ടേ മുമ്പോട്ട് പോകുന്നതാണ്. ഈ ശരീരങ്ങളാണ് നമ്മൾ റോമാലേഖനം 7-ാമത്തെ അധ്യായം വായിച്ചപ്പോൾ ആ മൈൻഡിന് എതിരെ പാപത്തിന് പ്രമാണമായി വർത്തിച്ചുകൊണ്ടിരുന്ന ഇൻസ്ട്രുമെന്റ് ആയിരുന്ന ഇതേ ശരീരം തന്നെ. ഈ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതാണെങ്കിലും ഈ ഭൂമിയിൽ ഇതേ ശരീരത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ജീവിപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ദൈവത്തിന് ഇൻസ്ട്രുമെന്റ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇവിടുത്തെ പ്രൈമറി ആയിട്ട് പൗലോസ് പറയുന്ന ആ കോണ്ടക്ഷൻ. പക്ഷെ അതേസമയം തന്നെ യേശുക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച ആ പരിശുദ്ധാത്മാവ് തന്നെയാണ് നമ്മളെ ഫിസിക്കലി മരണത്തിൽ നിന്ന് ഉയർപ്പിക്കുന്നത്. നമ്മൾ എഫേസ്യ ലേഖനം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആത്മാവ് അച്ചാരമായിട്ട് തന്നിരിക്കുന്നത് ആ ആത്മാവ് കൊണ്ട് നമ്മളെ ഉയർപ്പിക്കാൻ പറ്റും. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ള ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ള ഒരു വ്യക്തി ആ ആത്മാവിനെ അനുസരിച്ചിറക്കും, ആത്മാവിന് കീഴടങ്ങി കൊടുക്കും. ആ ആത്മാവിന് നമ്മൾ കൂടി പ്രവർത്തിക്കാനായിട്ടുള്ള ഫ്രീഡം കൊടുക്കുമ്പോൾ ഈ ഭൂമിയിൽ നമ്മുടെ മർത്യ ശരീരങ്ങൾ ദൈവത്തിന്റെ ഇൻസ്ട്രുമെന്റ് ആയിട്ട് ഉപയോഗിക്കപ്പെടാനായിട്ട് കഴിയും. റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പാപത്തിന്റെ ഇൻസ്ട്രുമെന്റ് ആയിട്ട് ഉപയോഗിക്കപ്പെടാനായിട്ട് കാര്യമില്ല. അടുത്ത വാക്യം റോമാലേഖനം 8:12 പറയാണ്, ആകയാൽ സഹോദരന്മാരെ വീണ്ടും പറയാണ്, സോ ദെൻ ബ്രദർ, നമ്മൾ ഈ ജഡം എന്ന് പറയുമ്പോൾ ഞാനതിന് വളരെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ജഡം എന്ന് പറയുമ്പോൾ നമ്മുടെ ഫിസിക്കൽ ബോഡിയും അൺറിന്യൂഡ് മൈൻഡും എല്ലാം കൂടി ചേർന്നിട്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അത് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് തുടരുന്ന കാര്യമാണ്. രക്ഷിക്കപ്പെട്ട വ്യക്തിക്ക് ജഡ സ്വഭാവമില്ല, പാപ സ്വഭാവമില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് 5-ാമത്തെ 6-ാമത്തെ 7-ാമത്തെ വാക്യത്തിൽ പറഞ്ഞതിന് ശേഷം പൗലോസ് പറയാണ്, ജഡ സ്വഭാവമില്ലെങ്കിൽ നമുക്കൊരു ജഡമുണ്ട്. ആ ജഡം നമുക്ക് ഇപ്പോഴും ഉണ്ട്. എന്നാൽ ആ ജഡത്തിനല്ല നമ്മൾ കരക്കാരായിരിക്കും, അല്ലെങ്കിൽ ആ ജഡത്തെ അനുസരിച്ച് നമ്മൾ ജീവിക്കേണ്ട ഒബ്ലിഗേഷൻ. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് വി ഹാവ് നോ കമ്പൽഷൻ ടു സിൻ. അന്നേരം പാപസ്വഭാവം മാറ്റപ്പെട്ടു, എന്നാൽ ജഡം നമ്മളിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. ആ ജഡത്തുമായിട്ട് നമുക്കൊരു പോരാട്ടവുമുണ്ട്. അത് ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ആത്മാവും ജഡവും തമ്മിലുള്ള പോരാട്ടം. ആത്മാവും പഴയ മനുഷ്യനും തമ്മിലുള്ള പോരാട്ടമില്ല, പാപസ്വഭാവമായിട്ടുള്ള പോരാട്ടമില്ല, അത് നീക്കപ്പെട്ടു. ഇവിടെ ആത്മാവും ജഡവുമായിട്ട് പോരാട്ടമാണ്. അത് അങ്ങനെ വരുമ്പോൾ ആത്മാവ് തന്നെയാണ്, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരു വ്യക്തി വിജയായിത്തീരും. എന്നിട്ട് പറയാണ്, ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരായി. അടുത്ത വാക്യം പറയാണ്, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ, ഇഫ് പിന്നെയും പറയാണ്, ഫോർ ഇഫ് യു ആർ ലിവിങ് അക്കോർഡിംഗ് ടു ദ ഫ്ലഷ്. മുകളിൽ പറഞ്ഞ ഇഫ് എന്ന് പറഞ്ഞത് പരിശുദ്ധാത്മാവ് നിങ്ങൾ വസിക്കുന്നുണ്ടോ എന്നുള്ളത്. നിങ്ങൾ പരിശുദ്ധാത്മാവ് അതൊരു റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കാര്യമാണ് അവിടെ പറഞ്ഞത്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന, അവിടെ അടുത്ത ഇഫ് പറഞ്ഞിരിക്കുന്നതല്ല, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് 2 രീതിയിൽ ജീവിക്കാനായിട്ട് കഴിയും. അവന് ഒബ്ലിഗേഷൻ ഇല്ല ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ട, പക്ഷെ അവൻ അതിന് കഴിയും, അതിന് സാധിക്കും. അതിന്റെ ആവശ്യമില്ലെങ്കിൽ പോലും അതിന് കഴിയും. എന്നാൽ അങ്ങനെ നിങ്ങൾ ജീവിക്കുന്നു, നിങ്ങൾ കണ്ടിന്യൂസ് ആയി നിങ്ങളുടെ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ നിങ്ങൾ മരിക്കും. ഇതൊരു തിയോളജിക്കൽ ചോദ്യമാണ്. ഞാൻ അതിന്റെ തിയോളജിക്കൽ ഡിസ്കഷനിലോട്ടൊന്നും കടക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിയോളജിക്കലി നമുക്ക് ഡിസഗ്രിയോ അഗ്രിയോ ഒക്കെ ചെയ്യാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന മരണം എന്ത് മരണം എന്നുള്ള ഒരു ചോദ്യം.
ഞാൻ അതിന്റെ സിമ്പിൾ ടേംസിൽ തന്നെ അവിടെ പറഞ്ഞിരിക്കുന്ന മരണം കണ്ടിന്യൂസ് ആയി ജഡത്തെ അനുസരിച്ച് ഒരു വ്യക്തി ജീവിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ഒരു സ്പിരിച്വൽ ഡെത്തിലേക്ക് ആ വ്യക്തി പോയി ചെന്ന് ചേരാം എന്നുള്ള വാണിംഗ് തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആർക്കെങ്കിലും ഡിസഗ്രി ചെയ്യുന്നെങ്കിൽ ഡിസഗ്രി ചെയ്യാം. പക്ഷെ അതിന്റെ വളരെ നോർമൽ സെൻസിൽ അങ്ങനെയല്ല. ഈ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ മരിക്കും നിശ്ചയം. ഈ മരിക്കയില്ല നിശ്ചയം എന്നുള്ളൊരു ഒരു കാര്യം ഒരാൾ മുമ്പ് പറഞ്ഞിരുന്നു. നിങ്ങൾ ബൈബിൾ വായിച്ചാൽ അറിയാം, അത് പിശാചാണ് പറഞ്ഞത്. നിങ്ങൾ ഇന്നത് ചെയ്താൽ മരിക്കയില്ല നിശ്ചയം. അതിന് നേരെ ഓപ്പോസിറ്റ് വാക്കാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, മരിക്കും നിശ്ചയം. അന്നേരം രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ഇറ്റ്സ് വൺ സേവ്ഡ് ഓൾവേസ് സേവ്ഡ് എന്നുള്ള വിശ്വസിക്കുന്നവരുണ്ട്. ഞാനത് ആ ഒരു ഡോക്ടറിന്റെ ആ രീതിയിൽ വിശ്വസിക്കുന്നു. രക്ഷ ഭദ്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്, രക്ഷ സെക്യൂർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. രക്ഷ ലോകത്ത് ആർക്കും നമ്മൾ ഈ രക്ഷയിൽ നമ്മളെ വേർപെടുത്താൻ കഴിയില്ല എന്ന് പൗലോസ് മുമ്പോട്ടൊക്കെ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ ഒരു വ്യക്തിക്ക് ജഡത്തെ കണ്ടിന്യൂസ് ആയിട്ട് അനുസരിച്ച് മുമ്പോട്ട് പോയാൽ ആ വ്യക്തിക്ക് ഒരു സ്പിരിച്വൽ ഡെത്ത് വരാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി തന്നെയാണ് ഇവിടെ പൗലോസ് പറയുന്നത്. ഞാൻ അല്ല, ആത്മാവിനാൽ നമ്മൾ കണ്ടിന്യൂസ് ആയി നമ്മൾ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യും. ഇനി ആ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് ജഡത്തിന്റെ പ്രവൃത്തികളെ മരിക്കുന്നത്? വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജഡത്തിന്റെ പ്രവൃത്തികളെ നമുക്ക് സെൽഫിനെസ് ജഡം കൊണ്ട് തന്നെ മരിപ്പിക്കാനായിട്ട് ശ്രമിക്കാം. ഇപ്പോൾ കൊലോസ് ലേഖനത്തിലൊക്കെ പറയുന്നുണ്ട്, നമ്മളുടെ കുറെ എക്സ്റ്റേണൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ട് നമ്മൾ ജഡത്തെ മരിപ്പിച്ച് ജീവിക്കുന്ന അതിനെപ്പറ്റി അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നതാണ്, ശരീരത്തിന്റെ പ്രവൃത്തി. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നതാണ്. അടുത്ത വാക്യത്തിൽ പറയുന്നത് തന്നെയാണ് ആത്മാവിനാൽ നടത്തപ്പെടുക എന്നുള്ളത്. ഒരു ആത്മാവിനെ അനുസരിച്ച് ഒരു വ്യക്തി നടക്കുക എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനം. ഗലാത്യ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ ഇതേ കാര്യം പൗലോസ് വിശദീകരിക്കുന്നുണ്ട്. ഗലാത്യ ലേഖനം അതിന്റെ അവസാനത്തെ ഏകദേശം ഇതേ കാര്യം തന്നെ പൗലോസ് പറയുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്. ഗലാത്യ ലേഖനം അതിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം, ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കരുത്. അന്നേരം നിങ്ങളുടെ ജഡത്തിന്റെ മോഹം നിവർത്തിക്കരുത്, നിങ്ങളുടെ ജഡത്തെ നിങ്ങൾ മരിപ്പിക്കണം എന്നുള്ളതല്ല ബൈബിൾ പഠിപ്പിക്കുന്നു. അവിടെ ആത്മാവിന്റെ കാര്യമാണ് പറയുന്നത്. ആത്മാവിനെ അനുസരിച്ച് നിങ്ങൾ നടന്നാൽ മതി, ആത്മാവിന്റെ ശബ്ദം അനുസരിച്ച് നിങ്ങൾ റെസ്പോണ്ട് ചെയ്താൽ മതി. വിശ്വാസത്തിൽ നിങ്ങൾ നിലനിന്ന് മുമ്പോട്ട് പോയാൽ നിങ്ങൾ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവാത്മാവ് നടത്തുന്നവരൻ. മുകൾ ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതേ കാര്യം പറഞ്ഞിട്ട് പറയുന്നത് ദൈവാത്മാവിനാൽ നിങ്ങൾ നടത്തപ്പെടുമ്പോൾ ദൈവാത്മാവ് നടത്തുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാകും. അങ്ങനെ ദൈവത്തിന്റെ മക്കളാകുന്നത് എങ്ങനെയാണ്? രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ നമ്മൾ ദൈവത്തിന്റെ മക്കൾ അല്ലെ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന് യോഹന്നാന്റെ സുവിശേഷം. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരല്ല ദൈവത്തിന്. എന്നാലും ഇത് കോൺട്രാഡിക്ഷൻ അല്ല. ഇത് ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്കുകൾക്ക് വ്യത്യാസമുണ്ട്. ഫോർ ഓൾ ഹു ആർ ബീങ് ലെഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ദേ ആർ ദ സൺസ് ഓഫ് ഗോഡ് എന്ന് യോഹന്നാന്റെ സുവിശേഷം പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ വാക്ക് ഒന്നാണെങ്കിലും ചിൽഡ്രൻ ഓഫ് ഗോഡ് എന്ന്. അതായത് ഒരു ജനിച്ച അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തു വിശ്വസിച്ചപ്പോൾ തന്നെ അവൻ ദൈവവേദനാണ്. എന്നാൽ അവൻ ആത്മാവിനനുസരിച്ച് നടക്കുമ്പോഴാണ് അവൻ ഒരു സണ്ണിന്റെ ലെവലിൽ അവൻ ജീവിക്കുന്നത്, ഒരു പുത്രന്റെ അവകാശത്തിൽ അവൻ ജീവിക്കുന്നത്. അവൻ ആത്മാവിനനുസരിച്ച് നടക്കുമ്പോഴാണ്. ഇല്ലെങ്കിൽ അവൻ ജഡത്തെ അനുസരിച്ച് നടക്കുകയാണെങ്കിൽ അവന്റെ പുത്രത്തിന്റെ അവകാശം ഒന്നും അവൻ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. ദേ ആർ ദ സൺസ് ഓഫ് ഗോഡ്. എന്നിട്ട് പൗലോസ് പറയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടത് ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല, നിങ്ങളെ ഒരു കമ്പൽഷനിലേക്ക് കൊണ്ടുപോകുന്ന കുറെ നിയമങ്ങളുടെ അണ്ടറിലേക്കല്ല നിങ്ങൾ വന്നിരിക്കുന്നത്. പാപത്തിന്റെ കമ്പൽഷൻ അല്ല, ന്യായപ്രമാണത്തിന്റെ കമ്പൽഷൻ അല്ല, പാപം ചെയ്യാനായിട്ടുള്ള കമ്പൽഷൻ അല്ല, വിശുദ്ധിയുടെ കുറെ സ്റ്റാൻഡേർഡുകൾ അനുസരിച്ച് വിശുദ്ധരാകാനായിട്ടുള്ള കുറെ കമാൻഡ്മെന്റ്സും അല്ല. പിന്നെ എന്താണ്? നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവത്രം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രം ലോ വി ചേഞ്ച് ടു റിലേഷൻ. അങ്ങനെ ദൈവത്തിന്റെ പുത്രത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചതുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും നമുക്ക് പുത്രത്തിന്റെ അവകാശം മുഴുവൻ ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, നാം മക്കളെങ്കിലോ അവകാശികളും ആകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുയേശുവിന്റെ കൂട്ടവകാശികൾ. അന്നേരം ദൈവം തന്നിരിക്കുന്ന ഈ എല്ലാ പ്രൊവിഷനും ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരു വ്യക്തിക്ക് എക്സ്പീരിയൻസ് ചെയ്ത് ജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. നാം ദൈവത്തിന്റെ മക്കളാണ് എന്ന് ആത്മാവ് താനും ആത്മാവിനോട് സാക്ഷ്യം പറയുന്നു. അന്നേരം സ്പിരിറ്റ് ഹിംസെൽഫ് ടെസ്റ്റിഫൈഡ് അവർ സ്പിരിറ്റ് ദാറ്റ് വി ആർ ചിൽഡ്രൻ. ദൈവത്തിന്റെ മക്കൾ നമ്മളാണ് എന്നുള്ളത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അടുത്ത വാക്യം മുതൽ പൗലോസ് തേജസ്കരണത്തിലേക്ക് കിടക്കുകയാണ്. ഞാൻ അതുകൊണ്ട് ആ വാക്യങ്ങളിലേക്ക് പോകുന്നില്ല. ഇത്രയും വാക്യങ്ങൾ ശരിക്കും ഒരു ക്രിസ്തീയ ജീവിതത്തിൽ വീണ്ടും ജനിച്ചൊരു വ്യക്തി ആത്മാവിനെ അനുസരിച്ച് ദൈവ മക്കൾ എന്നുള്ള പൂർണ്ണമായിട്ടുള്ള പദവിയിൽ ജീവിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് പൗലോസ് വിശദീകരിക്കുന്നത്. റോമലേഖനം 7-ാമത്തെ അധ്യായത്തിൽ നിന്ന് 8-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോഴേക്കും ആ ട്രയലിൽ നിന്ന്
എന്റെ സെൽഫ് എഫേർട്ടിൽ നിന്ന് വിശുദ്ധിയുടെ ജീവിതത്തിലേക്ക് തന്നെ നയിക്കാനുള്ള എന്റെ സെൽഫ് എഫേർട്ടിൽ നിന്ന് മാറി ആ ട്രസ്റ്റിലേക്ക് മാറും. റോമാലേഖനം ആദ്യം മുതൽ പൗലോസ് പറഞ്ഞിരിക്കുന്ന നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്ന ഇങ്ങനെയുള്ളത് തന്നെയാണ്. നീതിമാൻ നീതീകരിക്കപ്പെടുന്ന വിശ്വാസത്തിലാണെങ്കിൽ ജീവിക്കുന്നത്, വിശുദ്ധ ജീവിതം നയിക്കുന്നത് വിശ്വാസത്താലാണ്, സെൽഫ് എഫേർട്ടിലല്ല, പ്രമാണങ്ങളുടെ കുറെ കൽപ്പനകളുടെ പടികൾ കയറിയല്ല, ആത്മാവിനാൽ നടത്തപ്പെട്ട് ദൈവം ചെയ്യുന്നതാണ് വിശ്വസിച്ചിരിക്കുകയാണ്. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതുമായിട്ടുള്ള ബന്ധപ്പെട്ടും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാം. അല്ല ബ്രദറെ, ഒരു കാര്യം ചോദിക്കാനായിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ പിന്നെ 7-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം തൊട്ടുള്ളത് പറഞ്ഞ പൗലോസ് അപ്പോസ്തലന്റെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഉള്ള കാര്യങ്ങളെ പറ്റി ആണ് പറയുന്നതെന്നുള്ള ഒരു കാര്യം പറഞ്ഞില്ലേ? അതില് ഇപ്പൊ ഈ ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദിപാഠങ്ങളിൽ കീഴിൽ അടിമപ്പെട്ടിരുന്നു. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ ശിശുക്കൾ എന്ന് പറയുമ്പോൾ അവിടെ ശിശുക്കൾ എന്ന് പറയുന്നത് 4-3 എഴുതിയിരിക്കുന്നു. പിന്നെ ശിശുക്കൾ എന്ന് പറയുമ്പം രക്ഷിക്കപ്പെട്ട് വന്ന ആ സ്റ്റേജ് അല്ലെ, ആ സ്റ്റേജില് നമ്മൾ അടിമപ്പെട്ടിരുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അപ്പം ഈ 4-ന്റെ ഇപ്പൊ 7-ാം അധ്യായത്തിന്റെ ആ ഭാഗത്തും ഒരു അടിമത്തത്തിന്റെ കാര്യമല്ലേ എവിടെയും പറയുന്നത്. ഞാൻ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിലെ പൗലോസ് രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഒരു ശൈശവാവസ്ഥയിലുള്ള അവസ്ഥയാണോ എന്നുള്ളതാണ് പറഞ്ഞ ചോദ്യം. മനസ്സിലായി. ഇവിടെ ഗലാത്യ ലേഖനത്തിൽ അവിടെ ആ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ എന്ത് പറഞ്ഞിരിക്കുക, ന്യായപ്രമാണത്തിന്റെ കീഴിലായിരുന്നപ്പോൾ അവര് ശിശുക്കളായിരുന്നു. എന്നാൽ അടുത്ത വാക്യം പറഞ്ഞിരിക്കുന്നത്, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങേണ്ടതിന് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രനത്രേ, പുത്രനെങ്കിലോ ദൈവഭോഗത്താൽ അവകാശിയും തന്നെ. ഇതൊരു തുടർച്ചയായിട്ടുള്ള വാക്യം. ഇവിടെയും പറഞ്ഞിരിക്കുന്നത് ഈ ന്യായപ്രമാണത്തിന്റെ കീഴിൽ ഇവർ ജീവിച്ചിരുന്ന ആ യഹൂദ ക്രിസ്ത്യാനികൾ ഇല്ലെങ്കിൽ അവരുടെ ശൈശവാവസ്ഥയെ പറ്റി അവിടെ പറയുന്നത്. അല്ലാതെ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ആദ്യം കുറെ നാൾ ശൈശവാവസ്ഥയിലും ആദ്യം കുറെ നാൾ ന്യായപ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലും പിന്നീട് മാറുന്നു എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. ഇത് അങ്ങനെ ആവാം, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്കും അങ്ങനെ ആവാൻ കഴിയും, അങ്ങനെ ആവാൻ കഴിയത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇവിടൊക്കെ പറഞ്ഞിരിക്കുന്നത് ആ ഒരു കോണ്ടെക്സ്റ്റ് വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു യഹൂദ ന്യായപ്രമാണവുമായിട്ട് ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. യഹൂദ ന്യായപ്രമാണത്തിന് കീഴിലായിരുന്നപ്പോൾ അവർ ശൈശവാവസ്ഥയിലായിരുന്നു. എന്നാൽ കാലസമ്പൂർണ്ണം വന്നപ്പോൾ യേശുക്രിസ്തു പുത്രൻ കാലസമ്പൂർണ്ണം വന്നപ്പോൾ സ്ത്രീയുടെ സന്തതിയായിട്ട് വന്നു. അവരെ ആ ന്യായപ്രമാണത്തിൽ നിന്ന് വിടുവിച്ചു പുത്രത്വത്തിലോട്ടാക്കി. അതുകൊണ്ട് ഇനി നിങ്ങൾ അങ്ങനെയല്ല ജീവിക്കേണ്ടത് എന്നുള്ളത് പറയാൻ വേണ്ടി ഒരു കമ്പാരിസൺ ആണ് പറഞ്ഞത്. അതേപോലെ തന്നെയാണ് ഈ റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ശൈശവാവസ്ഥ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ന്യായപ്രമാണത്തിന് കീഴിലുള്ള അവസ്ഥ തന്നെയാണ്, അടിമപ്പെട്ട അവസ്ഥയാണ്. പക്ഷെ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആവശ്യമില്ല, അങ്ങനെ ഒരു അടിമത്തത്തിന്റെ ആവശ്യമില്ല. അങ്ങനെ ആവാം, പക്ഷെ അതിന് ആവശ്യമില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അന്നേരം രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് അതങ്ങനെ ആവാൻ കഴിയും. എന്നാൽ പൗലോസ് റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് പൗലോസിന്റെ പ്രീ കൺവേർഷൻ തന്നെയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിലെ പല പദങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ഒരിക്കലും പറയാൻ കഴിയാത്ത രീതിയിലുള്ള പദങ്ങൾ. അതുകൊണ്ട് തന്നെ അത് അങ്ങനെയല്ല നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. മനസ്സിലായി, ക്ലിയർ. പക്ഷേ പിന്നെ അതുപോലെ ഈ നമ്മൾ ഇതിന്റെ ഇപ്പം നമ്മൾ വായിച്ച 16-ാമത്തെ ഇതിന്റെ 8-ന്റെ തന്നെ 16-ാമത്തെ വാക്യത്തില് റോമലേഖനം, നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. അപ്പം അവിടെ നമ്മുടെ ആത്മാവ് കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ഉണ്ട്. അപ്പൊ ഈ ആത്മാവിനാൽ നയിക്കപ്പെടുക എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു അവസ്ഥയാണോ ഉദ്ദേശിക്കുന്നത്, അതോ കംപ്ലീറ്റ്ലി അത് ശരിക്കും അതിന്റെ ഒരു ക്ലിയർ ഇത് വളരെ അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചിന്തിച്ചില്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആത്മാവുണ്ട്, നമ്മുടെ ദേഹിയുണ്ട്, നമ്മുടെ ശരീരമുണ്ട്. അങ്ങനെ മൂന്നായിട്ടാണ്. അങ്ങനെ അല്ലാതെ ആത്മാവും ദേഹിയും ഒന്നാണെന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് 3 ഭാഗങ്ങൾ തന്നെയാണ്. അതായത് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിന്റെ അടുത്താണ് ഇടപെടുന്നത്. നമ്മുടെ ആത്മാവ് നമ്മളുടെ ദേഹിയോട് ഇടപെടുകയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേഹി എന്ന് പറയുമ്പോൾ നമ്മുടെ വില്ല്, മൈൻഡ്, ഇമോഷൻ ഇതിനെ കൺട്രോൾ ചെയ്യുകയും അത് നമ്മുടെ ശരീരത്തെ ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യും.
അങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ഇടപെടുന്നു. നമ്മുടെ ആത്മാവിനാൽ നമ്മുടെ ദേഹിയെ നിയന്ത്രിക്കുന്നു, നമ്മുടെ ശരീരത്തെ ഇൻസ്ട്രുമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. റോമാലേഖനം 12-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴും അതാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ, ശരീരത്തെ ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട്, ദൈവത്തിന്റെ ഇൻസ്ട്രുമെന്റ് ആയിട്ട് സമർപ്പിക്കും. എന്നാൽ ഈ ഓർഡർ കൃത്യമാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ഇടപെടുകയും നമ്മുടെ ദേഹിയിൽ കൂടി നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുകയും ചെയ്യും. അത് ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ ദൈവത്തിന്റെ മക്കളാണ് എന്നുള്ളത് സാക്ഷ്യം പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ അങ്ങനെ വരുമ്പോഴേ നമ്മളിപ്പോ ഈ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവോട് സംസാരിക്കുമ്പം അത് നമ്മൾ ഒരു ഘട്ടത്തിൽ നമ്മൾ ഈ ആത്മാവ് പറയുന്ന അനുസരിച്ച് ദൈവത്തിന്റെ മക്കളായിട്ട് തീർന്നു. അതിനുശേഷം ഇടയ്ക്ക് നമുക്ക് ആ നമ്മുടെ ആത്മാവ് റിബിലിയസ് ആകാനായിട്ട് ഉള്ള സാധ്യത ഉണ്ടല്ലോ, അല്ലേ? ഉണ്ട്. ഓക്കെ. അന്നേരം മക്കൾ എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറിപ്പോകുന്നുള്ളതാണ് ചോദ്യം പറയുന്നത്. അതാണ് ചോദ്യം. ഇതിലുള്ളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മള് വിശ്വസിക്കുന്ന നിമിഷം തന്നെ നമ്മൾ ദൈവത്തിന്റെ മക്കളായിട്ട് ആ റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പനും മകനും എന്നുള്ള ആ റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. ആ റിലേഷൻ ഒരിക്കലും നമ്മൾ പാപം ചെയ്യുമ്പോൾ ബ്രോക്കൺ ആവുന്നില്ല. അതൊരു തെറ്റായ പഠിപ്പിക്കൽ. അതുകൊണ്ടാണ് ഈ പാപം ചെയ്യുമ്പോൾ രക്ഷ നഷ്ടപ്പെടും എന്നുള്ള ആ ടീച്ചിങ്ങിനോട് എനിക്ക് യോജിക്കാത്തത്. കാരണം പാപം ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? രക്ഷ നഷ്ടപ്പെടുകയല്ല, റിലേഷൻ ബ്രോക്കൺ ആവുന്നില്ല. അതുകൊണ്ട് തന്നെ എഫേസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, പാപം ചെയ്യുന്നതിനെ പറ്റി പറയുന്നിടത്ത് പറയുന്നത് നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഈ ദുഃഖം ഒരു റിലേഷൻ ഉള്ളവർക്കേ ഉണ്ടാവും, അല്ലെ? റിലേഷനിലാവാത്തവർക്ക് എന്ത് ദുഃഖം ഉണ്ടാവുന്നത്? അതായത് നമ്മൾ ദൈവത്തെ പാപം ചെയ്യുമ്പോൾ ആ റിലേഷൻ അല്ല കട്ടാവുന്നത്, ആ ഫെലോഷിപ്പാണ് അഫക്റ്റഡ് ആവുന്നത്. ആ ഫെലോഷിപ്പ് അഫക്റ്റഡ് ആവുന്നു, ആ റിലേഷൻ അങ്ങനെ തന്നെ നിലനിൽക്കും. അന്നേരം നമ്മുടെ മക്കൾ എന്നുള്ള അവസ്ഥ നമ്മളിൽ നിന്ന് മാറ്റപ്പെടുന്നില്ല. എന്നാൽ മക്കളായിരിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് അപ്പനെ ദുഃഖിപ്പിക്കാനായിട്ട് കഴിയും, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാനായിട്ട് കഴിയും. പരിശുദ്ധാത്മാവ് നമ്മളെ ദുഃഖിപ്പിക്കും. അപ്പനായതുകൊണ്ട് നമ്മളെ ഡിസിപ്ലിനിലേക്ക് കൊണ്ടുവരും. എബ്രായ ലേഖനത്തിൽ പറയുമ്പോൾ മക്കളായതുകൊണ്ട് നമ്മളെ ഡിസിപ്ലിനിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. ഇതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പാപം സംഭവിക്കുമ്പോൾ ദൈവമായിട്ട് റിലേഷനിൽ നടക്കുന്നത്. ആ റിലേഷൻ ഒരിക്കലും അതോടുകൂടി കട്ടായി പോകുന്നു, പിന്നെ നമ്മൾ ആ റിലേഷനിലേക്ക് മടങ്ങി വരണമെന്നൊന്നും ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ആ റിലേഷൻ കണ്ടിന്യൂ ചെയ്യുന്നത്. അല്ല അങ്ങളെ ഈ 14 തൊട്ട് 7-ാം അധ്യായത്തിന് 14 തൊട്ട് 25 വാക്യങ്ങളില് നിങ്ങൾ പറഞ്ഞില്ലേ, ആ പ്രീ കൺവേർഷൻ ആണ്, പക്ഷെ ഓൾറെഡി ജസ്റ്റിഫൈഡ് ആയിരുന്നു എന്ന്. അതെനിക്ക് ശരിക്കും 7-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ ജസ്റ്റിഫൈഡ് ആയ അവസ്ഥയല്ല. ഞാനൊന്നുകൂടെ അത് വിശദീകരിക്കാം. എനിക്ക് കഴിഞ്ഞ ആഴ്ച പറഞ്ഞപ്പോൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. 7 തൊട്ട് 14 വരെ, 7-ന്റെ 14 തൊട്ട് 25 വരെയുള്ള വാക്യങ്ങൾ പൗലോസിന്റെ പ്രീ കൺവേർഷൻ ഡേയ്സിൽ ന്യായപ്രമാണം അനുസരിച്ച് ന്യായപ്രമാണം പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്ന പൗലോസിന്റെ സ്ട്രഗിൾ തന്നെയാണ് 7-ന്റെ 14 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള കാരണങ്ങൾ ഞാൻ വളരെ വിശദമായിട്ട് പറഞ്ഞു. പാപത്തിന് ബദ്ധനായി പോയി, പാപത്തിന്റെ അടിമയാണ്, പാപത്തിന് ദാസനായിട്ട് വിൽക്കപ്പെട്ടവനാണ് ഈ വാക്യങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് പറയാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞെന്താണ്? എന്നാൽ ഈ അവസ്ഥയിൽ കൂടി, ഈ സ്ട്രഗിളിൽ കൂടി രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നത്. പൗലോസിന്റെ പ്രീ കൺവേർഷൻ ആയിട്ടുള്ള ആ സ്ട്രഗിള് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്കും സ്ട്രഗിളായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കഴിയും. കാരണം എന്താണ്? രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി തിയററ്റിക്കലി ആ വ്യക്തി കംപ്ലീറ്റ്ലി നീതീകരിക്കപ്പെട്ടു, ദൈവത്തിന്റെ മക്കളാണ്, അടിമത്തത്തിൽ നിന്നൊക്കെ മോചനം പ്രാപിച്ചു. എങ്കിലും ആ സത്യം മനസ്സിലാക്കാതെ, ആ ട്രൂത്ത് മനസ്സിലാക്കാതെ, ആത്മാവിന്റെ ശക്തിയിൽ ജീവിക്കാതെ സ്വയശക്തിയിൽ ന്യായപ്രമാണം ഇല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രമാണം ഫുൾഫിൽ ചെയ്യാൻ ശ്രമിച്ചാൽ എഫക്റ്റ് ഇതായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഒരു എഞ്ചിനുള്ള സൈക്കിള് എഞ്ചിൻ ഇല്ലാന്ന് വെച്ച് ചവിട്ടിയാലും എഞ്ചിൻ ഇല്ലാതെ ചവിട്ടിയാലും ഒരുപോലെ. അപ്പൊ സൈക്കിളിൽ എഞ്ചിനുണ്ട്, വേറൊരു സൈക്കിളിൽ എഞ്ചിനില്ല. അന്നേരം രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തി എഞ്ചിനേ ഇല്ലാത്ത ആളാണ്, എഞ്ചിൻ ഇല്ലാത്ത സൈക്കിളാണ്. അയാൾക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല, ചവിട്ടി ഇയാൾ തളരും, ഇയാൾക്ക് പറ്റത്തില്ല, കയറ്റം കയറാൻ പറ്റത്തില്ല. മറ്റേ ആൾക്ക് എഞ്ചിനുണ്ട്, രക്ഷിക്കപ്പെട്ടവനാണ്, നീതീകരിക്കപ്പെട്ടവനാണ്, എല്ലാം ഉണ്ട്. പക്ഷെ ഇവൻ എഞ്ചിൻ ഇല്ലാത്ത പോലെ ചവിട്ടലാണ് ഇവന്റെ പരിപാടി. ഇൻ എഫക്റ്റ് രണ്ടുപേർക്കും ഇത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കഴിയും. പക്ഷെ ആരാണ് പൗലോസ് പറയുമ്പോൾ പൗലോസ് എന്തിനെ പറ്റിയാണ് പറയുന്നത്? പൗലോസിന്റെ ഏത് അവസ്ഥയെ പറ്റിയാണ് പറയുന്നത്? അത് പൗലോസ് പറഞ്ഞിരിക്കുന്നത് പൗലോസിന്റെ പ്രീ കൺവേർഷൻ അവസ്ഥയാണ്. അതിനുള്ള കാരണമാണ് ഞാൻ പറഞ്ഞ് മനസ്സിലായി. അന്നേരം അത് കൺഫ്യൂസ് ആവരുത്. പൗലോസ് നീതീകരിക്കപ്പെട്ട ഒരു അവസ്ഥയുടെ കാര്യം പൗലോസ് പറയാൻ, പൗലോസ് നീതീകരിക്കപ്പെടുന്നതിന് മുമ്പുള്ള പൗലോസിന്റെ സ്ട്രഗിളാണ് പറയുന്നത്. നമുക്ക് നീതീകരിക്കപ്പെട്ടതിന് ശേഷവും നമ്മൾ ആ റോങ് പ്രിൻസിപ്പിൾ ജീവിച്ചാൽ ആ സ്ട്രഗിൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നു. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ അതുകൊണ്ടാണ് എനിക്ക് അറിയാമായിരുന്ന പറയുന്ന കാര്യങ്ങൾ കുറച്ച് വളരെ ഒരു തിയോളജിക്കൽ കൺഫ്യൂഷൻ ഉള്ള ഒരു അധ്യായങ്ങളും വാക്യങ്ങളുമാണിത്. അതുകൊണ്ട് തന്നെ
അതിൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ എനിക്ക് ടൈം ഇല്ലാഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ആഴ്ച അത് കവർ ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, ഞാൻ ചാറ്റിൽ വന്നിരിക്കുന്നു. കൂടെ ആവാത്ത മനുഷ്യനെ ജഡം എന്ന് വിളിക്കുമോ? ഏതാ എന്താ നമ്മുടെ രൂപാന്തരം കേട്ടില്ല. രൂപാന്തരം കേൾക്കാമോ? കേൾക്കാം. രൂപാന്തരപ്പെടാത്ത നമ്മുടെ മനസ്സിനെ ഫ്ലഷ് ജഡം എന്ന് വിളിക്കാൻ പറ്റുമോ? ഈ ജഡം എന്നുള്ള വാക്ക് ഒരുപാട് അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. അന്നേരം നമുക്കത് കോണ്ടെക്സ്റ്റിലല്ലാതെ ജഡം എന്നുള്ള വാക്ക് എന്താ ഉപയോഗിക്കുന്നത് മനസ്സിലാക്കാൻ ഇടയുണ്ട്. ഉദാഹരണത്തിന് ഫിസിക്കൽ, ഈ ശരീരത്തെ ജഡം എന്നുള്ള വാക്കുകൊണ്ട് പലയിടത്തും ഉപയോഗിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഈ രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമ്മൾ ജഡത്തോട് പോരാട്ടം ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ അൺറിന്യൂഡ് ആയിട്ടുള്ള മൈൻഡ്, കറപ്റ്റഡ് ആയിട്ടുള്ള മൈൻഡ്, ദേഹിയെ ജഡം എന്നുള്ള വാക്കുകൊണ്ട് ഉപയോഗിക്കുന്നു. ഇനി പഴയ മനുഷ്യനെയും ജഡ സ്വഭാവം എന്നുള്ളതും അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിലും ജഡം എന്നുള്ള വാക്ക് പല പല അർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു 4 അർത്ഥത്തിൽ ബൈബിളിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് ഏത് അർത്ഥത്തിലാണെന്നുള്ള കോണ്ടെക്സ്റ്റിൽ മാത്രമേ പറയാനായിട്ട് കഴിയത്തുള്ളൂ. അന്നേരം രൂപാന്തരപ്പെടാത്ത, രക്ഷിക്കപ്പെട്ടതിന് ശേഷവും രൂപാന്തരപ്പെടാത്ത മനസ്സിനെയും ഇല്ലെങ്കിൽ ആ ദേഹിയെയും ജഡം എന്നുള്ള വാക്കുകൊണ്ട് ഉപയോഗിക്കുന്നു. അവിടെ ആ കോണ്ടെക്സ്റ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. ഇവിടെയൊക്കെ ജഡം, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് അടുത്ത് ജഡത്തിനോട് പോരാട്ടം ഉണ്ടെന്ന് പറയുമ്പം ആ വ്യക്തിയുടെ പാപസ്വഭാവം എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. പാപസ്വഭാവം നീക്കപ്പെട്ടു എങ്കിലും രൂപാന്തരപ്പെടാത്ത ആ വ്യക്തിയുടെ ദേഹിയെ പറ്റിയാണ്. അവന്റെ മനസ്സ്, അവന്റെ ചിന്തകൾ ഒക്കെ നേരത്തെയുള്ള ഇതിനാൽ ഇൻഫ്ലുവൻസ് ആണ്. ആ ഒരു കാര്യത്തെയാണ് ജഡം എന്നുള്ള വാക്കുകൊണ്ട് പണ്ടത്ത് ഉപയോഗിക്കുന്നത്. ജഡത്തെ അനുസരിച്ച് നടന്നാൽ മരിക്കും എന്ന് പറയുന്ന അത് ഏത് ജഡമാണ് ഉദ്ദേശിക്കുന്നത്? അത് നമ്മുടെ അൺറിന്യൂഡ് ആയിട്ടുള്ള, നമ്മുടെ മുമ്പുള്ള അതേ മൈൻഡിനെ, നമ്മളുടെ മനസ്സിൽ അൺറിന്യൂഡ് ആയിട്ട് നമുക്ക് വരുന്ന നമ്മുടെ ആ ഇമ്പൾഷനെ, നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുണ്ടായിരുന്ന നമ്മുടെ ആ മോഹങ്ങൾ. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ജഡത്തിനോട് പോരാടുന്ന മോഹങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അന്നേരം രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ഒരു ഫൈറ്റ് ഉണ്ട്. ആ ഫൈറ്റ് ഇല്ല എന്ന് പറയുന്നില്ല, ഞാൻ പറഞ്ഞ കമ്പൽഷനാണ് ഇല്ലാതായത്. ആ അടിമത്തത്തിൽ നിന്ന് മാത്രമേ നമ്മൾ മാറ്റപ്പെട്ടുള്ളൂ. നമുക്ക് ആ ടെംപ്റ്റേഷൻ കണ്ടിന്യൂ ചെയ്യുന്നു. കമ്പൽഷൻ മാറിയെങ്കിലും ടെംപ്റ്റേഷൻ മാറുന്നില്ല. അന്നേരം ജഡം, പാപം, പിശാച്, ജഡം, ലോകം, പിശാച്, ഇത് മൂന്നോട് നമുക്ക് പോരാട്ടം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം അതിപ്പോഴും അൺറിന്യൂഡ് ആയിട്ടുള്ള നമ്മുടെ മൈൻഡ്, നമ്മുടെ ദേഹി, നമ്മുടെ ചിന്തകൾ, ഇതെല്ലാം ഇതിനോട് നമുക്ക് പോരാട്ടമുണ്ട്. അതിനെല്ലാം നമ്മൾ മരിപ്പിച്ചു വെക്കത്തുള്ളതാണ്. അതുകൊണ്ടാണ് ക്രിസ്തുവിന് വിരോധമായിട്ട് ഉയരുന്ന ചിന്തകളെ പിടിച്ചടക്കണമെന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ആ ഒരു ഫൈറ്റാണ് രക്ഷിക്കപ്പെട്ട വ്യക്തിക്കുള്ളത്. അതിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ആശ്രയിച്ച് നമുക്ക് ജയിക്കാനായിട്ട് കഴിയുന്നതാണ്. രക്ഷിക്കപ്പെട്ടവർ പാപത്തിലേക്ക് വീഴുന്നതിന്റെ ഏറ്റവും പ്രധാന കാരണം എന്താണ് എന്ന് ദയവായി പറയുന്നത്. ഈ കാരണങ്ങൾ വളരെ കാരണങ്ങളുണ്ട്. മുഖ്യ കാരണം ഞാൻ വിശ്വസിക്കുന്നത്, പൊതുവെ വിശ്വസിക്കുന്നത്, നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ ശരിക്കും കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ എന്താണ് ചെയ്തതെന്നുള്ള റിയൽ ബോധ്യം നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ്. യേശുക്രിസ്തു പറഞ്ഞല്ലേ, അധികം ക്ഷമിച്ചു കിട്ടിയവൻ അധികം സ്നേഹിക്കുന്നു. അന്നേരം എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു. അന്നേരം കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളുടെ ആ റിയൽ വാല്യൂ മനസ്സിലാക്കാതെ നമ്മൾ അതിനെ ലൈറ്റായിട്ട് കാണുമ്പോഴാണ് നമ്മൾ പാപത്തിലേക്ക് വീണു പോകാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. അത് മാത്രമാണല്ല, അനേക കാരണങ്ങളുണ്ട്. പക്ഷെ അന്നേരം ആ കർത്താവുമായിട്ടുള്ള ആ റിലേഷനിലുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ സ്നേഹബന്ധത്തിൽ കർത്താവ് നമ്മൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ നമുക്ക് റിയൽ ആയിട്ടുള്ള ബോധ്യം ഉണ്ടെങ്കിൽ നമ്മൾ ആ വിശ്വാസത്തിൽ നിലനിൽക്കുകയും ചെയ്യും. ആ വിശ്വാസത്തിൽ നിന്ന് ഉള്ള വീഴ്ചയാണ് ശരിക്കും പാപത്തോടുള്ള വീഴ്ച തന്നെ. അതുകൊണ്ട് ഈ എബ്രായ ലേഖനം പറയുമ്പം ഈ പാപത്തോടുള്ള ഫൈറ്റ് പറയുന്നുണ്ടല്ലോ. എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ആകയാൽ സാക്ഷികളുടെ സമൂഹവും നിശ്ചയിക്കുന്നുണ്ട്, സകല ഭാഗവും മുറുകെ പറ്റുന്ന ഭാഗവും വിട്ട് നമുക്ക് മുമ്പിൽ സ്ഥിരത ഓട്ടത്തിലോ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുന്നതുമായ യേശുവിനെ നോക്കുക. ഫിക്സ് യുവർ ഐസ് ഓൺ ജീസസ്, ദ ഓഥർ ആൻഡ് ദ പെർഫെക്റ്റർ ഓഫ് ഫെയ്ത്ത്. അന്നേരം ആ ക്രിസ്തുവിനെ നോക്കുമ്പോൾ, ആ നോക്കി നമ്മൾ ഓടുമ്പം നമുക്ക് മുമ്പോട്ട് ഓടാനായിട്ട് കഴിയും. ഇപ്പം പത്രോസ് വെള്ളത്തിൽ നടന്നപ്പം കർത്താവിനെ നോക്കിയപ്പം മുമ്പോട്ട് നോക്കാനായിട്ട് കഴിഞ്ഞു, നോട്ടം മാറിയപ്പം താഴേക്ക് പോയി. അതേപോലെ തന്നെ കർത്താവിലുള്ള ആ ഒരു ട്രസ്റ്റ് നമ്മളിൽ നിന്ന് മാറുമ്പോൾ നമ്മൾ താഴേക്ക് പോകും.
കർത്താവിലേക്ക് ട്രസ്റ്റ് മാറാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കർത്താവ് ക്രൂശിൽ ചെയ്ത യഥാർത്ഥ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകാതെ ഇരിക്കുമ്പോൾ നമ്മളത് റിയലായിട്ട് അത് ആ ഒരു കാര്യം വാല്യൂ ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് പോകാനായിട്ട് സാധിക്കും. ഇപ്പൊ ദൈവാത്മാവ് നടത്തുന്നവരെല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു ഓർത്തിട്ടുണ്ട്. അപ്പോ ഈ ദൈവാത്മാവിന്റെ പകരം ഈ ദൈവവചനത്താൽ നടത്തപ്പെടുന്നവരിനും കൂടി നമുക്ക് അതിൽ അർത്ഥം കൂടി ഉണ്ടോ അതിന്? എന്റെ ചോദ്യം ദൈവത്തിന്റെ ആത്മാവ് മാത്രം മതിയോ അത് ദൈവവചനം വേണം? ഓക്കെ, ഇവിടെ ഈ നമ്മളിപ്പോ ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവൻ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ബാക്കിയുള്ളതെല്ലാം ഒഴിവാക്കണം എന്നുള്ള ആ ഒരു കോണ്ടെക്സ്റ്റിൽ അത് ആ നമ്മുടെ സ്വയശ്രമത്തിനെ പറ്റിയും ദൈവാത്മാവിന്റെ ശ്രമത്തിന്റെ വർക്കിനെ പറ്റിയും പറയുമ്പോൾ ആ കോൺട്രാസ്റ്റിലാണ് ഇത് പറയുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവവചനം വേണ്ട എന്നുള്ളതോ ആത്മാവ് മാത്രം മതി എന്നുള്ള അർത്ഥത്തിലല്ല. ശരിക്കും ദൈവാത്മാവിനായിട്ട് നടത്തപ്പെടുന്നത് ദൈവവചനം അനുസരിച്ചിട്ടാണ് നടത്തുന്നത്. അതൊരു ഓട്ടോമാറ്റിക്കലി നടക്കുന്ന കാര്യമാണ്. പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നത് ദൈവവചനത്തിൽ നിന്ന് മാറിപ്പോകത്തില്ല. ഇപ്പം ഈ ഒരു ട്രെയിൻ ഒരു ട്രാക്കിൽ കൂടി ഓടുമ്പോൾ എഞ്ചിൻ ഓടുന്നത് ആ എഞ്ചിന്റെ പവർ കൊണ്ടാണ്. പക്ഷെ ആ ട്രാക്ക് വിട്ട് എങ്ങോട്ടേലും ആണ് ഓടുന്നത്. ആ ട്രാക്കിൽ കൂടെ ഓടാൻ വേണ്ടിയിട്ടാണ് ദൈവാത്മാവ് തരുന്നത്. അന്നേരം ആ ട്രാക്ക് ദൈവവചനം തന്നെയാണ്. അല്ലാതെ ട്രാക്ക് മാറി നമ്മൾ എങ്ങോട്ടേലും പോകുന്നത് ഞാൻ ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അങ്ങനെ പറഞ്ഞൂടാ. ഇപ്പം ഈ പല ശുശ്രൂഷകളും വചനത്തിന്റെ ഇതൊന്നും ഇല്ല, ഞാൻ ആത്മാവിനാലാണ് നടത്തപ്പെടുന്നത്. പഴയ പറയല്ലോ ആത്മാവിനാൽ നടത്തപ്പെടുന്ന പൊട്ടനാണ്, അതുകൊണ്ട് അതൊന്നും വിഷയമില്ല. പിന്നെ ഈ എഫേസ്യ ലേഖനത്തിലെ ആത്മാവ് നിറഞ്ഞ് മത്തരായി എന്ന് പറഞ്ഞപ്പോ ഈ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നത് ആത്മാവിന്റെ പ്രവർത്തനം, അങ്ങനെയൊന്നും ഈ വാക്യവുമായിട്ടൊന്നും യാതൊരു ബന്ധവും ഇല്ല. നമ്മൾ ഈ ഒരു വാക്യം എടുത്ത് യാതൊരു ബന്ധവും ഇല്ലാത്തടത്ത് കൊണ്ട് ഫിറ്റ് ചെയ്യുമ്പോഴാണ് ഇതൊക്കെ വരുന്നത്. ആത്മാവ് നടത്തപ്പെടുന്നത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവൻ എന്ന് പറയുന്നത് ദൈവവചനം കൂടെ അവിടെ ആഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ബൈബിളിന്റെ സന്ദേശം മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാവും ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവൻ ദൈവവചനത്തെപ്പെടുന്നതിനാൽ അടക്കപ്പെടുത്തും. ദൈവവചനത്തിന്റെ അതിരുകളൊക്കെ വിട്ട് നടത്തുന്നവൻ ദൈവാത്മാവിനാൽ അല്ല നടത്തപ്പെടുന്നത്. ക്ലിയർ ആണ്. അത് ആത്മാവിനാൽ അല്ല നടത്തപ്പെടുന്നത്. ആത്മാവ് നിറഞ്ഞവരായി എന്തെങ്കിലും ചെയ്യുന്നില്ല. അവിടെ താഴെ പറയുന്നുണ്ട് ആത്മാവ് നിറഞ്ഞവരായി കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്? സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളും തമ്മിൽ പ്രബോധിപ്പിച്ച് തന്നെ കീഴടങ്ങിയും വീട്ടിലെ കീഴടങ്ങലും ബാക്കി കാര്യങ്ങളാണ് പറഞ്ഞത്, അല്ലാതെ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നത്. ഇതൊക്കെ ഒരു കംപ്ലീറ്റ്ലി തെറ്റായിട്ടുള്ള ചില വ്യാഖ്യാനങ്ങളാണ്. ആത്മാവിനാൽ നടത്തപ്പെടുന്നവനാണ് വചനം വേണ്ടെന്നൊക്കെ. അതെ, അതായത് ഈ ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നു എന്ന് പറയുന്ന ആളുകൾ കാണിക്കുന്നതൊക്കെ വചനവിരുദ്ധങ്ങളായതുകൊണ്ട് അത് രണ്ടും ഒത്തുപോകണ്ടേ, ഒരുമിച്ച് വേണ്ടേ പോകാനായിട്ട്? അതുകൊണ്ട് ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവൻ ബൈബിൾ പറയുന്നുണ്ട് അവൻ നമുക്ക് സുബോധത്തിന്റെ ആത്മാവിനെയാണ് തന്നിരിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റുന്നത്? ഇപ്പൊ ദൈവാത്മാവിനാൽ നടത്തപ്പെട്ട വ്യക്തികൾ എങ്ങനെയാണ് ചെയ്തത് എന്നുള്ളത് യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയിലും അപ്പോസ്തല പ്രവൃത്തിയിലും കാണാൻ കഴിയും, ദൈവവാക്യങ്ങളിലും ലേഖനങ്ങളിലും കാണാം. ഇങ്ങനെയാണ് ഇതിന്റെ നമ്മുടെ എക്സാമ്പിൾ. നമുക്കൊരു ലിവിങ് വേർഡ് എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്, റിട്ടൺ വേർഡ് എന്ന് പറയുന്നത് സ്ക്രിപ്ചറിൽ. അന്നേരം യേശുക്രിസ്തുവിനെ നമ്മൾ ചെയ്ത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം, ദൈവവചന സ്ക്രിപ്ചറും നമുക്ക് നോക്കാം. ഇത് രണ്ടുമാണ് നമുക്കുള്ള ഗൈഡ്ലൈൻസ്. ദൈവാത്മാവിനാൽ നടത്തപ്പെട്ട യേശുക്രിസ്തു എന്ത് പറഞ്ഞിരിക്കുന്ന ഇപ്പം കാണിക്കുന്ന പോലത്തെ ഭ്രാന്തന്മാരുടെ കൂട്ടത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുകയും അങ്ങനെ ചെയ്യുകയും ചെയ്തതായിട്ട് കാണുന്നു. അപ്പോസ്തലന്മാർ അങ്ങനെയൊന്നും കാണില്ല. അതൊന്നും അവരുടെ ശുശ്രൂഷ. പിന്നെ പരിശുദ്ധാത്മാവ് അപ്പോസ്തല പ്രവൃത്തി വന്നപ്പോൾ അതൊക്കെ ഒരു പെർട്ടിക്കുലർ ചരിത്ര സംഭവങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്, അല്ലാതെ ഒരു നോർമൽ ശുശ്രൂഷയിലൊന്നും നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ല. അതൊന്നും ഇവിടെ പറയുന്നേരം ഒരു ദൈവവചനം ശുശ്രൂഷിക്കുന്ന വ്യക്തി എങ്ങനെ ആയിരിക്കണമെന്ന് യേശുക്രിസ്തു ചെയ്ത് കാണാനായിട്ട് കഴിയും, അപ്പോസ്തലന്മാർ ചെയ്ത് കാണാനായിട്ട് കഴിയും, ദൈവവചനത്തിൽ കൂടെ കാണാനായിട്ട് കഴിയും. ഇതിന്റെ ഒക്കെ അപ്പുറത്തോട്ട് ദൈവാത്മാവ് നടത്തുന്നു പറയുന്നത് തെറ്റാണ്. അങ്ങനെയൊന്നും ദൈവാത്മാവ് നടത്തത്തുമില്ല. അത് നമുക്ക് വിവേചിക്കാനായിട്ട് അതാണ് നമുക്കുള്ള അടിസ്ഥാനം. ഇപ്പം ഷിജോ ബ്രദർ പറഞ്ഞതേ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് നമുക്ക് യോഹന്നാൻ 16 13 തൊട്ടുള്ള വാക്യങ്ങളിലെ സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴിനടത്തും, അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും, അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്ന എന്നെ മഹത്വപ്പെടുത്തും, പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത്, അതുകൊണ്ട് അത്ര. അപ്പൊ അത് യേശു കർത്താവ് പറഞ്ഞതാണ്, പിതാവ് പറഞ്ഞാണ് യേശു കർത്താവ് പറഞ്ഞത്. യേശു കർത്താവ് പറഞ്ഞാണ് പരിശുദ്ധാത്മാവ്.
അന്നേരം ഈ നമുക്ക് തിരുവഴുത്തിൽ ഇതിലൊരു വളരെ ലളിതമാണ് ശരിക്കും. നമ്മൾ ഒരു കാര്യം കാണുമ്പോൾ, ഒരു പ്രാസംഗികൻ പ്രസംഗിക്കുന്നത് കാണുമ്പോൾ, ഒരു ശുശ്രൂഷ കാണുമ്പോൾ, അത് യേശു ക്രിസ്തു അങ്ങനെ ചെയ്യുമായിരുന്നോ ചെയ്യത്തില്ലായിരുന്നോ എന്നുള്ളത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ബോധ്യം തരും. അത് ഈ പറഞ്ഞ ഈ പ്രകടനങ്ങൾ മാത്രമല്ല, ചില ആൾക്കാരുടെ ഞാൻ പറഞ്ഞല്ലോ വിശുദ്ധി പ്രസംഗങ്ങൾ, ആൾക്കാരെ സ്ത്രീകളെയൊക്കെ അവഹേളിച്ചുകൊണ്ട് സംസാരിക്കുന്ന സംസാരങ്ങൾ, വളരെ ലോ ലെവലിലുള്ള തമാശകൾ പറയുന്നത്, ഇതൊക്കെ അങ്ങനെയാണോ കർത്താവ് പ്രസംഗിച്ചത്? അങ്ങനെയായിരുന്നു അപ്പോസ്തലന്മാർ പ്രസംഗിച്ചത്? എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ ആത്മാവിന്റെ ഈ റോങ് മാനിഫെസ്റ്റേഷൻസ് മാത്രമല്ല, എല്ലായിടത്തും നമുക്ക് ഇതിനെ വിവേചിക്കാൻ പറ്റും. കർത്താവ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. കർത്താവ് പാപികൾ സംസാരിച്ചപ്പോൾ എങ്ങനെയാണ് സംസാരിച്ചത്? അപ്പോസ്തലന്മാർ എങ്ങനെയാണ് സംസാരിച്ചത്? എല്ലായിടത്തും നമുക്ക് പരിശുദ്ധാത്മാവിനെ നമുക്ക് വിവേചിക്കാൻ പറ്റും. ആത്മാവിനെ, യേശു ക്രിസ്തുവിനെയാണോ മഹത്വപ്പെടുത്തുന്നത് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനായിട്ട്. Brother, could you explain with life example how to put the deeds of the body and live according to this? See, ഞാൻ ഇതില് ഈ പലപ്പോഴും എൻ്റെ അടുത്ത് ആൾക്കാർ പറയാറുണ്ട് ഈ പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് പറയുന്നത്. ഞാൻ കൂടുതലും പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് പറയാറില്ല എന്നുള്ളത്. ഇതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സാമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാഹചര്യത്തിൽ കുറെ എക്സാമ്പിൾസ് ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്, ദൈവവചനം വായിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്, ടെംപ്റ്റേഷൻസിൽ അകപ്പെടരുത് എന്നുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. അങ്ങനെ ജനറലായിട്ട് അനേക കാര്യങ്ങൾ ബൈബിൾ ആത്മാവിനെ അനുസരിച്ച് നടത്തപ്പെടുമ്പോൾ നമ്മൾക്ക് സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ പറയുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് ഓരോ പെർട്ടിക്കുലർ സാഹചര്യങ്ങളിൽ ഒരാൾക്ക് സ്പെസിഫിക്കലി ദൈവം ചില കാര്യങ്ങൾ പറഞ്ഞു. അത് നമുക്കൊരു ജനറൽ എക്സാമ്പിൾസ് ആയിട്ട് പറയാനായിട്ട് കഴിയത്തില്ല. ഫോർ എക്സാമ്പിൾ, ഒരാളുടെ അടുത്ത് ദൈവം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുക, ഇത്ര സമയം പ്രാർത്ഥിക്കുക, ഇത്ര നേരം പ്രാർത്ഥിക്കുക, ഇല്ലെങ്കിൽ ഇന്നടത് ചെയ്യുക, ഇന്നത് ഒഴിവാക്കുക, ഇന്നത് ചെയ്യരുത്. ഇതിനൊന്നും ബൈബിളിൽ ഒരു എക്സാമ്പിൾ ഇല്ലെങ്കിൽ നമ്മൾ അത് പേഴ്സണൽ ഒരാളിൽ ദൈവാത്മാവ് ആ വ്യക്തിക്ക് ബോധ്യം കൊടുക്കുന്ന കാര്യം. ആ ഒരാൾ ചെയ്യുന്ന ഒരു കാര്യം വേറൊരാൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ചെയ്യേണ്ട ആവശ്യവും കാണത്തില്ല. നമ്മളെപ്പോഴും ഈ ലൈഫ് എക്സാമ്പിൾസ് നമ്മൾ കൂടുതൽ എംഫസൈസ് ചെയ്യുമ്പോൾ, ഇപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യം വേറൊരാൾക്ക് ആ രീതിയിൽ ചെയ്യാനായിട്ട് ദൈവം ആവശ്യപ്പെടുന്നില്ലായിരിക്കാം. ഇപ്പം ഒരു എക്സാമ്പിൾ, ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറയാം. ചിലര് പിള്ളേരെ ഈ സ്കൂളുകളിൽ വിടത്തില്ല, എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ ഹോം സ്കൂളിംഗ് ആണ്. അന്നേരം അതെന്താണ്? അത് ആ വ്യക്തികളുടെ അടുത്ത് ദൈവാത്മാവ് നടത്തപ്പെടുകയും ആ വ്യക്തിക്ക് ഒരു പാപ സാഹചര്യങ്ങളിലും പല കാര്യങ്ങളും എടുത്തിരിക്കും. അതൊരു എക്സാമ്പിൾ അല്ല, ഒരു ജനറൽ എക്സാമ്പിൾ അല്ല. അന്നേരം നമുക്ക് അതുകൊണ്ട് തന്നെ ജനറൽ എക്സാമ്പിൾസ് നമുക്ക് പലതും പറയാനായിട്ട് കഴിയത്തില്ല. ജനറലായിട്ട് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾസ് മാത്രം നമുക്ക് പറയാനായിട്ട് കഴിയും. പല കാര്യങ്ങളും പറയാനായിട്ട് കഴിയും. എന്താ പറഞ്ഞിരിക്കുന്നത്, ചിലതിനെ വിട്ട് ഓടാനായിട്ട് പറയുന്നു, ചിലതിനോട് എതിർത്ത് നിൽക്കാനായിട്ട് പറയുന്നു, ചില സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് പറയുന്നു, പരീക്ഷയിൽ പകർക്കാനായിരിക്കാൻ പ്രാർത്ഥിക്കാനായിട്ട് പറയുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നു. എന്നാൽ അങ്ങനത്തെ എക്സാമ്പിൾസ് മാത്രമേ എനിക്കും പറയാനായിട്ടുള്ളൂ. അല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ഒരു പെർട്ടിക്കുലർ എക്സാമ്പിൾസ് ഞാൻ പറയുന്നത് ശരിയല്ലെന്നുള്ള ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ പറയുമ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ എടുത്ത് ഞാൻ വേറൊരാളുടെ ഫോളോ ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ വേറൊരു ആളുടെ എക്സാമ്പിൾ എടുത്ത് ജനറലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അന്നേരം അങ്ങനെ നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല. ദൈവാത്മാവിനെ നടത്തുമ്പോഴത്തെ ഒരു വ്യക്തിക്ക് ഓരോ സാഹചര്യങ്ങളിൽ എന്താണ് എടുക്കേണ്ടതെന്നുള്ള ദൈവാത്മാവ് ആ വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കും. ബൈബിളിൽ ഇല്ലാത്ത കാര്യം, ബൈബിളിൽ എഴുതപ്പെടാത്ത കാര്യം, ബൈബിളിൽ എഴുതപ്പെട്ട ഗൈഡ് ലൈൻസ് നമുക്ക് ബൈബിളിൽ നിന്ന് തന്നെ ഫോളോ ചെയ്യുകയും ചെയ്യും. അത് പലപ്പോഴും ഒരു ലീഗലിസ്റ്റിക് ഇതിലോട്ട് പോകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ചില നിയമങ്ങൾ, ചില റെസ്ട്രിക്ഷൻസ് അതേപോലെ എല്ലാവരും ചെയ്യണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് ദൈവവചനത്തിലുണ്ടായിരിക്കും. ഇല്ലാതെ എനിക്കത് ചെയ്യാനായിട്ട് കഴിയും, ഞാനത് ചെയ്യാനായിട്ട് കഴിയും. അത് ദൈവാത്മാവ് എനിക്ക് പറഞ്ഞു തരുന്ന എൻ്റെ സർക്കിളിലുള്ളൊരു കാര്യം, അത് വേറൊരിടത്ത് ആപ്ലിക്കബിൾ അല്ല. അതേസമയം ബൈബിളിലുള്ളൊരു കാര്യമാണെങ്കിൽ അത് ഓൾവേസ് കാലാതീതമായി സമയാതീതമായി എല്ലായിടത്തും ആപ്ലിക്കബിൾ ആണ്. അന്നേരം അതുകൊണ്ടാണ് നമ്മൾ ഉപദേശങ്ങൾ പറയുമ്പോൾ ബൈബിളിലെ കാര്യങ്ങൾ മാത്രം ഉപദേശങ്ങളായിട്ട് പറയുകയും പ്രാക്ടിക്കലായിട്ട് നമ്മൾ പേഴ്സണലായിട്ട് ചില വ്യക്തികളുടെ ചില അഡ്വൈസുകളായിട്ട് പറയുകയും ചെയ്തു. ഇത് തമ്മിൽ പലരും ഈ പേഴ്സണൽ അഡ്വൈസുകൾ തന്നെ ഉപദേശമായിട്ട് എടുക്കുകയും
അതൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയും അങ്ങനെ പോവുകയും ചെയ്യുമ്പോൾ പല തെറ്റുകളും വരാനുള്ള സാധ്യത. അതുകൊണ്ടാണ് ഞാനത് ആ രീതിയിൽ പറഞ്ഞത്. ഓക്കെ, സോ ഞാൻ വിചാരിക്കുന്ന സംശയങ്ങൾ ക്ലാരിഫൈഡ് ആയി വിചാരിക്കും. നമ്മളുടെ മേജറായിട്ടുള്ള, ഞാൻ പറഞ്ഞല്ലോ, റോമാലേഖനത്തിലെ പൗലോസിന്റെ സുവിശേഷം എന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ഏകദേശം ഇവിടെ തീരുകയാണ്. പൗലോസ് മുമ്പോട്ട് തേജസ്കരണത്തിനെ പറ്റിയും പിന്നീട് റോമർ 9, 10, 11 അധ്യായങ്ങൾ വേറൊരു വിഷയമല്ല. ഞാൻ ആദ്യം പറഞ്ഞ ഇൻട്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നത് അത് കുറച്ച് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളതും തിയോളജിക്കലായിട്ട് പല ഡിഫറൻസും ഉള്ള അധ്യായങ്ങളാണ്. അത് മുമ്പോട്ട് പോകുമ്പോൾ പറയാം. ഞാൻ അടുത്ത ആഴ്ചയിൽ ഞാൻ US ഇവിടെ കാണില്ല, ഞാൻ ഷിക്കാഗോ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരു മീറ്റിങ്ങിന് വേണ്ടി പോവാണ്. ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ നേരത്തെ തന്നെ അത് ഗ്രൂപ്പിൽ ഇട്ടേക്കാം. അഥവാ ഇല്ലെങ്കിൽ ഞാൻ അത് അപ്ഡേറ്റ് ചെയ്തേക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ടായിരിക്കും നടക്കുന്നത്. അവിടെ എനിക്ക് ഈ മീറ്റിംഗ് നടത്താനായിട്ട് സൗകര്യം ഉണ്ടെങ്കിൽ ഞാനത് അവിടെ വെച്ച് ഇതേ സമയത്ത് തന്നെ കണ്ടിന്യൂ ചെയ്യും. ഞാനത് നേരത്തെ അപ്ഡേറ്റ് ചെയ്തേക്കാം. ഓക്കെ, നമുക്ക് പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്യാം. ബ്രദർ പ്രാർത്ഥിക്കാമോ? സർവ്വസദാവേ, ഒരു സമയം കൂടെ നിന്റെ സന്നിധിയിലിരുന്ന് കർത്താവെ, നീ ഞങ്ങൾക്ക് തന്ന ആ വലിയ സ്വാതന്ത്ര്യത്തിന്റെ കർത്താവെ, ആ മഹത്വം കർത്താവെ ചിന്തിക്കുവാൻ തക്കോണം സഹായിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് കർത്താവെ ആ ശിക്ഷാവിധിയിൽ നിന്നുള്ള പൂർണ്ണമായ ഒഴിവും കർത്താവെ പാപത്തിന് അധീനനായി ആകാതെ ജീവിക്കാൻ തക്കോണം കർത്താവെ നടക്കുവാനുള്ള സാഹചര്യവും ഒക്കെ അവിടുന്ന് കൃപയാൽ ഞങ്ങൾക്ക് ഒരുക്കാനായിട്ട് സ്തോത്രം. അവിടുന്ന് അതിനുവേണ്ടി കൊടുത്ത വിലയും കർത്താവെ, അവിടുത്തെ കൃപയുടെ മഹത്വവും ഞങ്ങൾ ഓർക്കുന്ന കർത്താവെ, ഞങ്ങൾ നിങ്ങൾക്ക് നന്ദി പറയുന്നു. ഈ സമയം കർത്താവെ വചനം പഠിപ്പിക്കാൻ തക്കോണം ജോസഫിനെ എത്രത്തോളം സഹായിച്ചായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇനിയും ആത്മാവിന്റെ ശക്തിയോടെ കർത്താവെ ജ്ഞാനത്തോടും പരിജ്ഞാനത്തോടും കൂടെ നിന്റെ വചനം മറ്റുള്ളവർക്ക് പൊരുൾ തിരിച്ചു കൊടുക്കാൻ തക്കോണം നിന്റെ കൃപയിൽ സൗകര്യം നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ, നിന്നെ അനുസരിച്ച് നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ നാമത്തെ ഉയർത്തുവാൻ നിന്റെ മഹത്വം വെളിപ്പെടുത്തിക്കൊണ്ട് നിൽക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. നിന്റെ ഹിതം നിറവേറ്റുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പിതാവേ,